എല്ലാ പ്രേക്ഷകർക്കും ഹാവാക്കർ ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ കൈരളി TMDയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞു. അടുത്ത സ്കൂൾ യുവജനോത്സവത്തിൻ്റെ തിരശ്ശീല തൃശ്ശൂരിൽ ഉയരും. എന്നാൽ പതിവ് പോലെ ഈ കലോത്സവത്തിനും തിരശ്ശീല വീണപ്പോൾ ഒരുപാട് നീറുന്ന, അതിനേക്കാൾ ഒരുപാട് നാറുന്ന കഥകൾ പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ അടുത്ത കലോത്സവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ശസ്ത്രക്രിയ ഇതിനാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ സംവാദം. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഒരുവരാണ് ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി കലാമണ്ഡലം വിമല മേനോൻ, സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കേരള നടനത്തിലെ 1ാം സ്ഥാനക്കാരി അനർക്ക IS, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കോഴിക്കോട് ജില്ലാ ടീം മാനേജരും താമരശ്ശേരി DUയുമായ സദാനന്ദൻ മണിയോത്ത്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കുച്ചിപ്പുടി മത്സരത്തിലെ 1ാം സ്ഥാനക്കാരിയും ഡാൻസ് റിയാലിറ്റി ഷോയിലെ വിജയിയുമായ മാളവിക കൃഷ്ണദാസ്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ജെസ്സി ജോസഫ്, 2 വർഷം തുടർച്ചയായി കേരള സർവകലാശാല കലാതിലകമായ കലാകാരി ഡോക്ടർ ദ്രൗപദി പ്രവീൺ, ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ മെമ്പർ കലാമണ്ഡലം സ്മിത, രക്ഷകർത്താവായ പ്രകാശ് S, ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SS നായർ, മുൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MDയുമായ APM മുഹമ്മദ് ഹനീഷ് IAS, എഴുത്തുകാരനും ജില്ലാ കലോത്സവ വിധികർത്താവുമായ ഹരിദാസ് പല്ലാരിമംഗലം, കൊറിയോഗ്രാഫറും കലോത്സവങ്ങളിലെ വിധികർത്താവുമായ ജോമറ്റ് അറക്കൽ, കലോത്സവ വിധികർത്താവും മുൻ സർവകലാശാല കലാപ്രതിഭയുമായ സൂരജ് നായർ, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 2 വർഷം തുടർച്ചയായി കലാതിലകമായ കലാകാരി ഡോക്ടർ പത്മിനി കൃഷ്ണൻ, സ്കൂൾ കലോത്സവ വിജയിയും കേരള സർവകലാശാല കലാപ്രതിഭയും നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ വിജയിയുമായ അർജുൻ KS, സ്കൂൾ കലോത്സവം കഥകളി മത്സരത്തിലെ 1ാം സ്ഥാനക്കാരി ഉത്തര മധു, CBSE സ്കൂൾ കലോത്സവം ഭരതനാട്യം മത്സരത്തിലെ 1ാം സ്ഥാനക്കാരി പാർവതി പരമേശ്വരൻ, ഓൾ ഇന്ത്യ ഡാൻസ് ആൻഡ് ഡ്രാമ ഫെസ്റ്റിവലിലെ വിജയി പവിത്ര C മേനോൻ. കുറച്ചധികം കാലമായിട്ട് താങ്കൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കലോത്സവങ്ങൾ ഇങ്ങനൊരു സ്ഥലമായി മാറുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ണൂരിൽ കലോത്സവം അവസാനിച്ചു, അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. എനിക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയൊരു യത്നമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ അതേസമയം ഓരോ കൊല്ലം കഴിയുന്തോറും ഇതിനെക്കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും വേലിക്കെട്ടുകളും ഒക്കെ കൂടി വരിക. ഇതിനകത്ത് ഒരു പൊളിച്ചെഴുത്ത് സമയമായി. താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നത്? അല്ല, ഇത് ഒരുപാട് ചരിത്രമൊക്കെ ഉള്ളൊരു മേളയാണ്. ഒരു കലാരൂപത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഒബ്ജക്റ്റീവായിട്ട് മാത്തമാറ്റിക്സ് പോലെ 2 2 4 കൂട്ടുന്നത് പോലെ പറയാൻ സാധിക്കുകയുമില്ല. എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്ന മറ്റൊരാളുടെ മനസ്സിൽ നല്ലതാവണമെന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയും ഇതിവിടെ 57 അല്ലേ 57ാമത് കലോത്സവം എത്തിയിരിക്കുകയാണ്. നമുക്ക് കലോത്സവ മാനുവലുണ്ട്. 2008 ഞാൻ DPI ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ മാനുവൽ ഉണ്ടാക്കുന്നത്. ആ മാനുവലിനെ പറ്റിയാണ് ഇത് പൊളിച്ചെഴുതണം, പിന്നെ അത് അഴിച്ചു പണിയണം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ എല്ലാവരും പ്രയോഗിക്കും. അടുത്ത കലോത്സവം ആകുമ്പോഴേക്കും ആ മാനുവൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം മാനുവലാണോ പ്രശ്നം? ശരിക്കും മാനുവൽ വില്ലനൊന്നുമല്ല. മാനുവൽ ഉപയോഗിച്ച് കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്ന പ്രായോഗികമായിട്ടുള്ള ചില അപഭ്രംശങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ സംസ്ഥാന സ്കൂൾ കലോത്സവം ആകുമ്പോഴേക്കും കുറെ കൂടി നല്ല കാര്യമായിട്ടുള്ള നല്ല ജഡ്ജസിനെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഞാൻ 3 തവണ നടത്തിയിട്ടുണ്ട്. സുവർണ ജൂബിലി കലോത്സവം ഞാനാണ് നടത്തിയത്. സംസ്ഥാന 2010 കോഴിക്കോട് സുവർണ ജൂബിലി കലോത്സവം. ശരിക്കും പറഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ ഏറ്റവും നന്നായി നടത്താൻ സാധിക്കും, പരാതികളില്ലാതെ നടത്താൻ സാധിക്കുന്ന ആ കോഴിക്കോട് കലോത്സവമൊക്കെ തെളിയിച്ചതാണ്. പിന്നെ ഈ പറയുന്ന പോലെ അപ്പീലുകളുടെ എണ്ണം കൂടും, കുട്ടികൾ ധാരാളം വന്നുകൊണ്ടേയിരിക്കും, പരാതികളും നിശ്ചയമായിട്ട് ഇടപെടൽ കൂടുന്നു. ഇതെല്ലാം തന്നെ സ്വാഭാവികമാണ്. ഇതിനൊരു വഴിയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒന്ന്, നമുക്ക് ആ ഗ്രേസ് മാർക്കിന്റെ കാര്യത്തിൽ അവിടെയാണ് എന്തെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് ഒരു തീരുമാനം ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ വാസ്തവത്തിൽ അതിന്റെ പ്രാധാന്യം കുറച്ച് കുറയണമെന്ന് അഭിപ്രായം. ഈ എടുത്തു കളഞ്ഞാൽ സംഭവിക്കുന്നത് ഈ കലാമത്സരങ്ങളും ഇത്രയും നല്ല ഏറ്റവും മികച്ച നൈസർഗികമായിട്ടുള്ള കലയും മറ്റുമൊക്കെ, പിന്നെ അതിൻ്റെ ഒരു സർഗാത്മകതയൊക്കെ ഉള്ള കുട്ടികൾക്ക് നാളെ മുന്നോട്ട് നീങ്ങാൻ, പഠിക്കാൻ, അതിനൊക്കെയുള്ള ഒരു ഉത്തേജനം, ഒരു ഇൻസെൻറ്റീവ് ഇല്ലാതാവുന്നു. എന്നാൽ തന്നെ ഇത്രമാത്രം പ്രാധാന്യം ഇതിന് മാത്രമാകുമ്പോൾ 12ാം ക്ലാസ്സിന് ശേഷം കലയില്ല, പിന്നെ മറ്റു തരത്തിലുള്ള പ്രകടനങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുള്ളൂ. ഇതൊരു പ്രയാസമുണ്ട്. രണ്ടാമതായിട്ടുള്ള കാര്യമുള്ളത്, നമ്മൾ ഈ അപ്പീൽസിലൂടെ കടന്നു വരുന്നവരുടെ കാര്യത്തിൽ അപ്പീലെല്ലാം തന്നെ ഒരു കുട്ടിയുടെ അവകാശമാണെന്നൊക്കെ എല്ലാവരും പറയും. നടത്തിക്കൊണ്ടു പോകേണ്ട കാര്യം 7 ദിവസത്തിന് പകരം ഇനി 10 ദിവസം ആക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി 7ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 3 മണിക്ക് എനിക്കറിയാം സംസ്ഥാന അപ്പീൽ കമ്മിറ്റി അധ്യക്ഷനായിരിക്കുന്ന
അന്ന് ഞാൻ എത്രയോ വർഷങ്ങളിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് എങ്ങനെയെങ്കിലും കടലാസുകളൊന്ന് തീർത്ത് എല്ലാവരോടും ഏറ്റവും മികച്ച കലാകാരന്മാരുടെ ഗ്രൂപ്പിനോട് നമസ്കാരവും പറഞ്ഞുകൊണ്ട് നേരെ സമാപന ചടങ്ങിലേക്ക് ഓടാനുള്ള ധൃതിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു വലിയൊരു ഷോ ആണ്. അതേസമയം കേരളത്തിൽ ഈ പൂരപ്പാട്ടും പ്രാക്തന കലാരൂപങ്ങൾ, കൃഷ്ണനാട്ടം, കൂടിയാട്ടം ഇവയെല്ലാം നിലനിന്ന് പോകുന്നതും എല്ലാ അർത്ഥത്തിലും അതിനുള്ള ഒരു വലിയൊരു ഇൻസെൻറ്റീവ് ആകുന്നതും ഈ സംസ്ഥാന സ്കൂൾ കലോത്സവവും ജില്ലാ സ്കൂൾ മേളകളും തന്നെയാണ്, സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരു ആർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് സബ്ജക്റ്റിവിറ്റി. ആ ഒരു സബ്ജക്റ്റിവിറ്റി കലാരൂപത്തിനുണ്ട്. മാനുവൽ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ എത്ര പേരൊക്കെ അപ്പീൽ കൊടുത്തു. ഈ സംസ്ഥാനത്ത് 1ാം സ്ഥാനം വാങ്ങിച്ച കുട്ടിയുടെ 2 അപ്പീല് വിധി നിർണയത്തിൽ അപാകത ഇല്ല എന്ന് പറഞ്ഞാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി. അവിടെയാണ് ഞാൻ ബാലാവകാശത്തിൽ പോയി 1ാം സ്ഥാനം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് മാനുവലിന് ഒരു കുഴപ്പമില്ല, അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിക്കാണ് കുഴപ്പം. മാനുവൽ മാറ്റിയില്ലെങ്കിൽ നമ്മൾ അപ്പീൽ കൊടുക്കുമ്പോൾ ജഡ്ജസിനെ കുറ്റം പറയാൻ പാടില്ല, വിധികർത്താക്കളെ കുറ്റം പറയാൻ പാടില്ല, സംഘാടകരെ കുറ്റം പറയാൻ പാടില്ല. സ്റ്റേജോ അതിന്റെ മൈക്ക് സെറ്റോ മാത്രമാണ് കുറ്റം പറയാൻ അപ്പീലിൽ അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ കുറ്റം പറയാൻ വേണ്ടി ഇരിക്കുകയല്ല. അപ്പീൽ അനുവദിക്കാത്ത കാര്യം അത് തന്നെയാണ്. ഞാൻ കുച്ചിപ്പൊടിക്ക് ഒരു അപ്പീൽ കൊടുത്തു. അതിൽ വിധി നിർണയത്തിൽ അപാകത ഇല്ല എന്ന് പറഞ്ഞാണ് എനിക്ക് തന്ന മറുപടി. അതാണ് സംസ്ഥാനത്ത് പോയപ്പോൾ 1ാം സ്ഥാനം കിട്ടിയത്, കേരള നടനം. ഇത് രണ്ടും ഞാൻ DDക്ക് പരാതി കൊടുക്കുന്നു, തിരുവനന്തപുരം DDക്ക് പരാതി കൊടുക്കുന്നു. ലോകായുക്ത ആകട്ടെ, ബാലാവകാശ കമ്മീഷൻ ആകട്ടെ, അങ്ങനെ ഓരോ വേദികൾ ഉള്ളത് കൊണ്ട് അവിടെ ആ കുട്ടിക്ക് ഒടുവിൽ അടുത്ത വേദിയിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ വെച്ച് സംസ്ഥാന തലത്തിൽ ഞാൻ പറഞ്ഞു ജഡ്ജസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറെ കൂടി നല്ല നിലവാരം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്ന അല്ലത് പറഞ്ഞോട്ടെ സംവിധാനങ്ങളുണ്ട്. അപ്പീലുകൾ പെരുകുന്നതിനെ കുറിച്ച് പറയും. ഉപജില്ലാ തലത്തിലും ജില്ലാ മത്സരങ്ങളിലും തോറ്റു പിന്മാറുന്നവർ സംസ്ഥാന തലത്തിൽ അപ്പീലുമായി വന്ന് വിജയിച്ച ചരിത്രം ഇപ്രാവശ്യം നോക്കിയാൽ അറിയാം. ഉപജില്ലയിലും ജില്ലാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി വന്നിട്ട് സംസ്ഥാന തലത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അപ്പീൽ വാങ്ങി വന്നവരുടെ മുമ്പിൽ തോറ്റു മടങ്ങുന്ന ചരിത്രമാണ് കണ്ടത്. അപ്പോൾ അപ്പീലുകൾ പെരുകുന്നതിനെ സംഘാടനത്തിന്റെ പിഴവുകൾ ഉണ്ടാകും, അപ്പീൽ വരും, അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളുമൊക്കെ അനുഭവസ്ഥരാണ്, ഞങ്ങൾ ഈ കലോത്സവത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പീലുകൾ പെരുകുന്നതിന്റെ കാരണം തന്നെ ഉപജില്ലയിലും അല്ലെങ്കിൽ റവന്യൂ ജില്ലാ മത്സരങ്ങളിലും ജഡ്ജ്മെന്റ്, സംഘാടകർ തിരഞ്ഞെടുക്കുന്ന ജഡ്ജ്മെന്റിന്റെ കുഴപ്പമാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർമാരും അഡീഷണൽ ഡയറക്ടർമാരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അതിലൊരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും വലിയ ശുഭോദർക്കമായ ഒരു കാര്യം ഇക്കൊല്ലം നടന്നത് സാമ്പത്തികമായിട്ടുള്ള ക്ലിഷ്ടതകളും കഷ്ടപ്പാടുമാണ് ഒരു ഉപജില്ലയിൽ AEOമാർക്ക് അറിയാം ഒരു കലോത്സവം നടത്താൻ. ജില്ലാ കലോത്സവത്തിൻ്റെ ഒരുപാട് ബാലാരിഷ്ടതകൾ ജെസ്സി ജോസഫിനൊക്കെ പറയാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആദ്യമായിട്ട് 4 കോടി രൂപ ബഡ്ജറ്റ് അലൊക്കേഷൻ അനുവാദം പിന്നെ സംസ്ഥാനത്ത് മുഴുവനായിട്ടും ജില്ലാ കലോത്സവങ്ങൾ നടത്താൻ വേണ്ടി കൊടുത്തു. അതൊരു വലിയൊരു മാറ്റമാണ്. ഇനി ആവശ്യത്തിന് പണമുണ്ട്. ഇനി നന്നായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ സംഘടിപ്പിക്കാനും നല്ല ജഡ്ജസിനെ കൊണ്ടുവരാനും സാധിക്കും. സാറേ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, 2008 അങ്ങയുടെ മാനുവലാണ് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 2012 അത് വീണ്ടും ഒന്ന് പൊളിച്ചെഴുതാനുള്ള ശ്രമം നടത്തി. മാനുവൽ പൊളിച്ചെഴുതിക്കൊണ്ട് ഒന്നും വിഷയം പരിഹരിക്കപ്പെടില്ല സാർ. കാരണം ജില്ലാ കലോത്സവത്തിൻ്റെ വിധി നിർണ്ണയത്തിന് പോകുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഞാൻ. എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതിനകത്ത് ഈ മാനുവൽ പരിഷ്കരണമല്ല വേണ്ടത്, ഈ വിധികർത്താക്കളുടെ പാനൽ തയ്യാറാക്കുന്നത്, ജില്ലാ കലോത്സവം വരെ തയ്യാറാക്കുന്നത് അധ്യാപക സംഘടനകളാണ്. പക്ഷെ അതിനകത്ത് DP DD എന്നൊക്കെ ഉണ്ട് എങ്കിൽ പോലും സംഘടനയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് അത് കുറച്ചുകൂടെ അത് മോശമാണെന്ന് ഞാൻ പറയില്ല. കാരണം താങ്കൾ ഏത് സംഘടനയുടെ ഇൻഫ്ലുവൻസിലാണ് വന്നത്? ഞാൻ സംഘടനയുടെ ഇൻഫ്ലുവൻസിലല്ല വന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാരണം അങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ട് സാർ. ഈ പാനൽ തയ്യാറാക്കുന്നതിൽ സംഘടന ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഒരു പരിധിവരെ നിയന്ത്രിക്കപ്പെടേണ്ടത് കൂടിയാണെങ്കിലും പാനൽ തയ്യാറാക്കുന്ന സാറേ AEO, DPI, DD ഇവർ തയ്യാറാക്കുന്ന പാനലെന്നാണ് മാനുവലിനകത്തുള്ളത്. പക്ഷെ അങ്ങനൊന്നും അല്ല സാർ സംഭവിക്കുന്നത്. ഈ സംസ്ഥാന കലോത്സവത്തിൻ്റെ പാനൽ സാറേ ഈ ജില്ല വരെ ജില്ലയിൽ നിന്ന് പുറത്തുനിന്ന് എടുക്കുന്നു. സംസ്ഥാന കലോത്സവം വരുമ്പോൾ സംസ്ഥാനത്തുനിന്ന് പുറത്തുനിന്ന് എടുക്കണം. സാറ് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ, എത്ര ജഡ്ജ് നടത്തുന്ന ജഡ്ജ്മെന്റ് ഉള്ളവരെ പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. ജില്ലയിൽ നടക്കുന്ന കലോത്സവത്തിൽ മറ്റു ജില്ലകളിൽ നിന്ന് പിന്നെ ജഡ്ജസിനെ നിശ്ചയിക്കുന്നു. സംസ്ഥാനത്ത് നടക്കുന്ന കലോത്സവത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് ജഡ്ജസിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. കാരണം അത് ചില കാര്യങ്ങൾക്ക് നടക്കും, ചില ദേശീയ തലത്തിൽ നടക്കുന്ന ചില പരിപാടികളുണ്ട്, കലാപരമായ പരിപാടികളുണ്ട്. അത്തരം കാര്യങ്ങൾക്ക്
സംസ്ഥാനത്തിന് പുറത്തു നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാം. അത് നടക്കും. കേരളത്തിനകത്ത് ജഡ്ജ് ചെയ്യപ്പെടേണ്ട, കേരളത്തിനകത്തെ തനത് കലകൾ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെയുള്ള അത്തരം കലകൾ തയ്യാറാക്കുമ്പോൾ തന്നെ ഈ പാനൽ തയ്യാറാക്കുന്നതോ ഈ മാനുവലിന്റെ പരിഷ്കരണമോ മാത്രമല്ല ഒരു സാധാരണ രക്ഷകർത്താവ് എന്ന നിലയിൽ എന്നെ പോലെയുള്ള സാധാരണക്കാരെ ഭയപ്പെടുത്തുന്നത്. ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കുന്നില്ല എന്നുള്ള ഒന്നാമത്തെ നമ്മൾ തുടങ്ങേണ്ട അവിടെ നിന്നാണ്. രണ്ട് തരത്തിൽ അതിന് വിലയിരുത്തേണ്ടത്. രക്ഷകർത്താക്കളും അതുമായി ബന്ധപ്പെട്ട കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്ന അധ്യാപകരും അടക്കമുള്ള ആളുകൾ ഈ കലോത്സവ പരിപാടികളിൽ നേരിട്ട് ഇടപെടുന്നുണ്ട്. അവർ ഇടപെടുകയും അവർ തങ്ങൾ മാഫിയ ബന്ധങ്ങൾ വരെ അവർ ഉപയോഗിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജഡ്ജസിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത്തരം കഥകൾ പോലും ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഇടപെടാനായിട്ട് സർക്കാരിന് സാധിക്കണം. ഒപ്പം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിന് നടത്തിപ്പ് കാര്യങ്ങളിൽ ഒട്ടേറെ വിഷയങ്ങൾ നടത്തിപ്പ് കാര്യങ്ങളിലുണ്ട്. അനഘ എന്തിനായിരുന്നു അനഘ മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിച്ചത്? അതായത് വലിയ വാർത്തയായില്ലേ? ഞാൻ ഈ വർഷത്തെ ഏത് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് പോയത്? ഞാൻ സെന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ 4ാം സ്റ്റാർ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് സബ് ജില്ല അങ്ങനെ തലങ്ങളായിട്ടല്ലേ മത്സരം. അപ്പോൾ സബ് ജില്ലയിൽ തന്നെ ഞാൻ പിന്തള്ളപ്പെടുകയായിരുന്നു. കഴിഞ്ഞ തവണ എനിക്ക് 56ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കേരള നടനത്തിൽ തന്നെ സെക്കൻഡ് ഗ്രേഡ് ഉണ്ടായിരുന്നു. ഈ വർഷം വന്നിട്ട് സബ് ജില്ലയിൽ തേർഡ് ആയിരുന്നു. പിന്നെ അപ്പീൽ കൊടുത്ത് ഞാൻ ജില്ലയിലെത്തി. അപ്പം ജില്ലയിലെത്തിയപ്പോഴും തന്നെ എന്നെ പിന്തള്ളുമായിരുന്നു. അങ്ങനെയല്ല, കളിക്കുന്ന കുട്ടികൾ തന്നെ കാശ് കൊടുത്ത് പ്രൈസ്. ഞാൻ മോളോട് ചോദിക്കട്ടെ, ഇപ്പൊ സബ് ജില്ലയിലും ഒരേ ജഡ്ജസ് ആയിരുന്നില്ലല്ലോ? അല്ല. അപ്പോൾ എപ്പോഴും മോളെ കഴിഞ്ഞ വർഷം നമുക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം മത്സരിച്ച് എനിക്ക് 1ാം സ്ഥാനമായി. ഈ വർഷം ചിലപ്പം എന്നെക്കാൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു വന്നുകൂടായില്ലല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് വിശ്വസിച്ചുകൂടെ? മത്സരം കാണുമ്പോൾ നമുക്കൊരു ധാരണ കാണും. നമ്മൾ കളിക്കുന്നതും ബാക്കിയുള്ളവർ കളിക്കുന്നതും തമ്മിലൊരു താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് കാണും. ഞാൻ സബ് ജില്ലയിൽ നിന്ന് അപ്പീൽ വഴിയാണ് ജില്ലയിൽ മത്സരിക്കാൻ എത്തിയത്. അവിടെ എന്നെ പുറന്തള്ളുകയായിരുന്നു. അവിടെ 4th ആയിരുന്നു എനിക്ക്, 12 മാർക്കിന്റെ വ്യത്യാസത്തിൽ. അങ്ങനെ ആകുമ്പോൾ ലോകായുക്തയിൽ അവിടെ അപ്പീൽ കൊടുത്തു. പക്ഷെ അപ്പീൽ റിജക്ട് ചെയ്തു. പിന്നീട് ലോകായുക്തയിൽ അപ്പീൽ കൊടുത്തു. അപ്പോഴും അവിടെ റിജക്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഞാൻ മാത്രമല്ല, ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. ഇതുപോലെ കോർട്ടിനെ സമീപിക്കാൻ പറ്റാത്ത, കാശില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിന്നിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചത്. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? അദ്ദേഹം വിളിപ്പിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതാണ് സംഭവിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ഓർഡർ എന്നെ സ്റ്റേറ്റിൽ എത്തിക്കാൻ പറ്റത്തില്ല. അതിന് പകരമായിട്ട് ഇതിനൊരു അന്വേഷണം, അതാണ് 57ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നിരീക്ഷണം. ടീച്ചർ ഒത്തിരി കാലമായിട്ട് വിധികർത്താവായിട്ട് പോയിട്ടുണ്ട്. ഞാനും വിധികർത്താവായിട്ട് പോയിട്ടുണ്ട്. ഞാൻ നിർത്തിയതെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കൊല്ലത്ത് നടന്ന ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു സ്കൂളിൻ്റെ നാടകം പഠിപ്പിക്കാൻ വന്ന ഒരാൾ ഒരു താക്കോൽ കൂട്ടം വെച്ച് എൻ്റെ കണ്ണിലിടിച്ചായിരുന്നു. ഒരു വിധികർത്താവ് എന്നുള്ള കൊലപാതക ശ്രമം നടന്നു. അതിന് ശേഷം ഞാൻ നിർത്തിയ പരിപാടി. അപ്പോൾ ഇതുപോലെ പല ജഡ്ജിമാരും അടികൊണ്ട് കലോത്സവത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നത്തെ ഒരു DP എടുത്ത് ചോദിച്ചു, എന്നെപ്പോലുള്ള ഈ വിധികർത്താക്കൾ വരുമ്പം അവരുടെ ശരീരം സംരക്ഷിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ അവർ വരുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, സ്വന്തം ശരീരം സംരക്ഷിക്കാൻ DPIക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ സ്വന്തമായിട്ട് രക്ഷിക്കുക മാത്രമേ. അവരുടെ കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ടീച്ചറെ, അതേസമയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് താനും. ഒരുപാട് പ്രത്യേകിച്ച് നൃത്ത ഇനങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വരുന്നത്. ഇപ്പോൾ മുഹമ്മദ് ഹനീഷ് തന്നെ പറഞ്ഞ അദ്ദേഹം ഇത്രയും കലോത്സവങ്ങൾ വളരെ ആഴത്തിലുള്ള മാനുവൽ ഉണ്ടാക്കി, ഇത്രയും കോഴിക്കോട് കലോത്സവമൊക്കെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗ്രാഫിൽ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാണ്. എന്നിരുന്നാലും ചില യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിൽക്കുക. ഇപ്പോഴും നൃത്ത ഇനങ്ങൾ എന്ന് കേട്ടാൽ അതിൽ കുറച്ച് അമ്മമാരും ഇറങ്ങും, കുറച്ച് രക്ഷകർത്താക്കളും ഇറങ്ങും, കുറച്ച് ടീച്ചേഴ്സും ഇറങ്ങും, പിന്നാമ്പുറത്തുള്ള ചില കുതന്ത്രങ്ങളും ഉണ്ട്, കൈക്കൂലി. സത്യം പറഞ്ഞാൽ ഈ പിള്ളേരോടുള്ള ഒരു ബഹുമാനവും ഈ പ്രായമുള്ളവർക്ക് ഇല്ലെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ കഴിഞ്ഞ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ തന്നെ നടന്ന കാര്യങ്ങളൊക്കെ ഈ കലാമേളയുടെ ഒരു യശസ് കെടുത്തി കളഞ്ഞു എന്നുള്ള സത്യം. അപ്പൊ ടീച്ചർ എന്തുവാ പറയുന്നത്? ടീച്ചർ ഇപ്പൊ പോകാറുണ്ടോ? ഞാൻ 23 കൊല്ലാണ് ഈ പറഞ്ഞ മത്സര രംഗത്ത് നിന്നത്. ആ സമയത്ത് ഉണ്ടായ അനുഭവങ്ങളല്ല പിന്നെ ഉള്ളത്. ഇപ്പൊ മുഹമ്മദ് സാഹിബ് പറഞ്ഞ പോലെ തന്നെ ആ കാലഘട്ടത്തിൽ അപ്പീൽ കമ്മിറ്റിയിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഭംഗിപൂർവ്വമാണ് ഞാൻ അപ്പീൽ അനുവദിച്ചു കൊടുത്തിട്ടുള്ളതും. ഇത് ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ മാനുവലൊന്നും അല്ല പ്രശ്നം. മാനുവൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു നിയമം വെച്ചാൽ ആ നിയമം പാലിക്കും കൂടി വേണമല്ലോ. അതായത് മാനുവൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മാനുവലിൻ്റെ ഒക്കെ കാര്യങ്ങൾ മുഴുവനല്ല നിർവർത്തിക്കുന്നത്.
ഈ പറഞ്ഞ ജഡ്ജസ് എന്ന് പറഞ്ഞ പുറത്തുനിന്ന് വന്നവരൊക്കെ സത്യവാന്മാരെന്നൊരു വിശ്വാസമുണ്ട് ഇവിടെ. അതല്ല വേണ്ടത്. ഇപ്പം ഞാൻ കൊണ്ടുവന്ന സകല കുട്ടികളും ഇന്നേ വരെ ഒരു പേരൻ്റ് പോയി എൻ്റെ ഒരു ശിഷ്യരെ പോയി ഒരു ജഡ്ജസിനെ കാണുകയും അവരൊരു സമ്മാനം വാങ്ങുകയോ ചെയ്തിട്ടില്ല. എന്ന് നമുക്കൊരു രാഷ്ട്രീയം കടന്ന അല്ലെങ്കിൽ ഒരു ജഡ്ജ് മാറി ഒരു കേസ് മുഖാന്തരം 1993 പന്തളത്ത് വെച്ച് ഒരു അനുഭവത്തിലാണ് ഞാൻ ഈ പറഞ്ഞ മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ടീച്ചറെ, അതായത് ഇപ്പം ഗ്രേസ് മാർക്കും അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ വീഴുന്ന രക്ഷകർത്താക്കള് പിന്നാമ്പുറങ്ങളിലൂടെ ഇത് പോയി സ്വാധീനിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതിപ്പം ഇപ്പൊ ഈ മോള് തന്നെ മത്സരിക്കുന്നു, അത് സ്കൂളിന്റെ മാത്രം ഒരു ഏർപ്പാടാക്കി മാറ്റുകയും യാതൊരു കാരണവശാലും ഈ രക്ഷകർത്താക്കളെ അടുപ്പിക്കുകയും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാലോ? അല്ല, അങ്ങനെയല്ല. മത്സരം എന്ന് പറഞ്ഞാൽ 1, 2, 3 സമ്മാനം വേണം, കലാതിലക പട്ടങ്ങൾ വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രേസ് മാർക്ക് വേണം. ഇത് ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തോന്നാ മത്സരം? മത്സരം വേണ്ട ഉത്സവമായിട്ട് നടത്തിക്കോട്ടെ. പിന്നെ നമ്മൾ എന്നും ഒരേമാതിരി കളിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു ഇതും ഇല്ല. ഇന്ന് കളിക്കുന്ന കുട്ടിയാവില്ല നാളെ കളിക്കുക. അത് നമുക്ക് തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന 5 കുട്ടികളുണ്ടെങ്കിൽ 5 തരത്തിലാണ് അവർ കളിക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ഇന്ന് സമ്മാനം കിട്ടി അതുകൊണ്ട് നാളെ കിട്ടണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കുട്ടികൾ ഓരോ കാലഘട്ടത്തിൽ അവരുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് വന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഭാരവാഹികൾ അത് വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തു. പക്ഷേ ഈ കൊല്ലം നമ്മളെ ഒരുപാട് ഈ അസോസിയേഷൻകാർ ഇടപെട്ട് നമ്മുടെ DPA DDA നമ്മുടെ മന്ത്രിയൊക്കെ കണ്ടെങ്കിലും അവർ എടുത്ത ഒരു ഡിസിഷൻ അറ്റ്ലീസ്റ്റ് വിജിലൻസ് വരെ എത്തിച്ചു എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് വളരെയധികം സംതൃപ്തിയുണ്ട്. പക്ഷേ അപ്പീല് 1256 അപ്പോൾ ഈ പറയുന്ന പണക്കൊഴുപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ അപ്പീൽ വന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന അപ്പീൽ കിട്ടിയവരെ മുകളിൽ വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ സ്കൂൾ മുഖാന്തരം സ്കൂള്, ഉപജില്ല, ജില്ല, ഇത് 3 കറക്റ്റ് ആയാൽ മാത്രമേ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നന്നാവുള്ളൂ. പത്മിനി മത്സരിച്ചപ്പോൾ എത്ര അപ്പീലിൽ പോയി? വാസ്തവം പറഞ്ഞാല് ഞാനും അപ്പീലിന് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് എന്നോട് ചോദിക്കുകയാണ് അപ്പീലിന് എതിരാണോ, അപ്പീൽ വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു എസ് ഓർ നോ ഒറ്റ ഉത്തരം കൊണ്ട് നിർത്താൻ പറ്റില്ല. കാരണം അതിന് 1-2 വശങ്ങളുണ്ട്. ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാവരും ഒരു തലത്തിൽ മത്സരിക്കുന്ന എല്ലാവരും കൂടെ അടുത്ത തലത്തിലും പോകാനാണെങ്കിൽ വെറുതെ 1ും 2ും 3ും വെക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇത്രയും പേര് ഒരു സബ് ജില്ലയിൽ 50 പേരുണ്ട്. ആ 50 പേർക്കും റവന്യൂ ജില്ലയിലും പോകണമെന്ന് വെച്ചാൽ നമുക്ക് നടത്തിപ്പിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതൊരു കറക്റ്റായൊരു തരംതിരിവല്ല. അപ്പീൽ ഇടിഞ്ഞു വീണ് DPA മരിച്ചു എന്നുള്ള അവസ്ഥയുണ്ട്. ഇപ്പം അത്രയും കൂടുതൽ അപ്പീലായി. അപ്പൊ എന്തായാലും ഇത് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാനേ പറ്റത്തില്ല. അതിന് ഒന്നുകിൽ അപ്പീലേ വേണ്ടാന്ന് വെക്കണം. അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇത് ഒന്നുകിൽ എനിക്കറിയാം പത്മിനി സ്കൂൾ കലോത്സവവും കോളേജ് യൂത്ത് ഫെസ്റ്റിവലും ഒക്കെ കഴിഞ്ഞിട്ട് വേറെ തരത്തിലുള്ള ശാസ്ത്രീയ നൃത്തം കുറച്ച് കാര്യമായിട്ട് പഠിക്കുന്നൊരു തലത്തിലെത്തി. ഇപ്പോൾ കുറച്ചുകൂടെ മെച്യൂരിറ്റി ഒക്കെ മനസ്സിലുണ്ടായി കാണുമെന്ന് എനിക്കറിയാം. ഇന്ന് നിന്ന് ആലോചിക്കുമ്പം അന്നത്തെ ഒരു ഇത് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടിയും ഒരു സ്റ്റേജിൽ ചെയ്യുന്ന ടീച്ചർ പറയുന്നതിനോട് അത് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. എൻ്റെ കൺസെപ്റ്റിൽ ജഡ്ജസിൻ്റെ അഭിപ്രായത്തെ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. പക്ഷേ അന്തിമ വിധി ജഡ്ജസ് പറയുന്നതാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. പക്ഷേ 100% അത് കറക്റ്റ് ആവണം എന്നില്ല. അതിനും കാണും 1% പ്രശ്നം. അതുകൊണ്ട് കുട്ടി അനുഭവിക്കാൻ പാടില്ലല്ലോ. അതെ, പക്ഷെ അപ്പോൾ വേണ്ടത് ഒന്ന് ജഡ്ജിങ് പാനൽ സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ അപ്പീൽ കമ്മിറ്റിയും സ്ട്രോങ് ആയിരിക്കണം. ഈ 50 പേർക്കും അവതരിപ്പിക്കുന്ന എല്ലാ പേർക്കും അടുത്ത ലെവലിലോട്ട് പോകണം എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അത് കറക്റ്റായിട്ട് എങ്ങനെ നമ്മൾ അരിച്ചെടുക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഓട്ടപ്പന്തയം പോലെ ഉസൈൻ ബോൾട്ട് കൃത്യമായിട്ട് 100 മീറ്റർ ഫിനിഷ് ചെയ്തപ്പോൾ പിന്നെ 1/100th of a second അദ്ദേഹം മുന്നിലെത്തി. കൃത്യമായി ക്ലോക്കിന് മെഷർ ചെയ്യാൻ സാധിക്കും, ഇലക്ട്രോണിക് ക്ലോക്കിന്. അതുപോലെ ഒരു കലാമത്സരത്തിന്റെ വിധി നിർണയം നടത്തുവാൻ സാധിക്കില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി, സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും ഒരു കുട്ടി മത്സരിച്ചു. ആ സമയത്ത് അയാൾ നടത്തിയ പെർഫോമൻസിനേക്കാൾ എത്രയോ മികച്ച രീതിയിൽ അപ്പീൽ വന്നപ്പോൾ ഗംഭീരമായി അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും സംസ്ഥാനത്തിൽ 1ാം സ്ഥാനം കിട്ടും. 23 വർഷം മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രസംഗ മത്സരത്തിൽ പോയപ്പോൾ അക്കാലത്ത് ഏറ്റവും അറിയപ്പെടുന്ന പ്രാസംഗികന് അല്ലെങ്കിൽ പ്രസംഗകന് പിന്നെ സമ്മാനം കിട്ടിയില്ല. കുറച്ച് വിഷമം തോന്നി. അയാൾ പിന്നെ ഇവരോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ ജഡ്ജസിനോടൊക്കെ ചോദിച്ചു എന്താ പറ്റിയതെന്ന്.
കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി കൊടുത്തു. ഒന്നോ രണ്ടോ ഇന്ന് മൺമറഞ്ഞു പോയ പ്രഗത്ഭമതികളായ കേരളം ഏറ്റവും അധികം ബഹുമാനിച്ചിരുന്ന ജഡ്ജസ് അത് മനസ്സിലാക്കിക്കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് തൊഴുതുപോയ ആ പ്രാസംഗികനെ ഞാൻ ഇന്ന് ഓർക്കുന്നു. ഞാനും ചേച്ചിയും കൂടെ കുറച്ച് കാലം മുമ്പ് ചെന്നൈയിൽ ഒരു കോമ്പറ്റീഷൻ കണ്ടു. അതിൽ ജഡ്ജസ് ഇരിക്കുന്നു, ഇപ്പുറത്ത് പേരൻസ് ഇരിപ്പുണ്ട്, കുഞ്ഞുങ്ങൾ കളിക്കുന്നു, ഇനി ഈ കുഞ്ഞുങ്ങളുടെ ടീച്ചേഴ്സ് ഇപ്പുറത്തിരിപ്പുണ്ട്. ആർക്കും തമ്മിൽ ഇപ്പോൾ ആണെങ്കിൽ ജഡ്ജസിൻ്റെ അടുക്കൽ നിന്ന് എല്ലാവരെയും മാറ്റും അല്ലേ. കുഞ്ഞുങ്ങൾ ചെയ്തു കഴിഞ്ഞു, ജഡ്ജസ് നേരിട്ട് ചെല്ലുന്നു ആ കുഞ്ഞുങ്ങളുമായിട്ട്, മക്കളെ നിങ്ങൾക്ക് ഇന്നതൊക്കെയാണ് പ്രോബ്ലംസ് എല്ലാം സംസാരിക്കുന്നു. എന്തിനു വേണ്ടി ഈ കലോത്സവം നടത്തുന്നു? കുഞ്ഞുങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാനായിരിക്കണം. അല്ലാതെ ഇതൊരു മത്സരം, ഒരു രൂക്ഷമായ അങ്ങോട്ട് എനിക്ക് ഫസ്റ്റ് നിനക്ക് സെക്കൻഡ്, അതിനെക്കാട്ടി ഉപരി കുഞ്ഞുങ്ങളിലേക്ക് അത് എങ്ങനെ അത് പോസിറ്റീവായിട്ട് എങ്ങനെ വരുത്താം, അതിനെ എങ്ങനെ കുഞ്ഞുങ്ങൾ ഇമ്പ്രൂവ് ചെയ്യിക്കാം. അങ്ങനെ ഒരു ഇനങ്ങളിൽ മത്സരിച്ചപ്പോൾ കാര്യമാണ് ഈ പറയുന്നത്. അന്ന് 13 ഇനത്തിൽ 13 ഐറ്റങ്ങളിൽ 33 പേര് മത്സരിച്ചു 1956 ഒന്നാമത്. രണ്ടാമത്തെ വന്നപ്പം 57. ആ 57 വർഷം കഴിഞ്ഞ ഇപ്പം ഈ 57ാമത് നടത്തുക. ഇതിനിടയ്ക്ക് 4 പ്രാവശ്യം നടക്കാൻ പറ്റിയിട്ടില്ല. 60-ൽ നടന്നില്ല, 62-ൽ നടന്നില്ല, 70-ൽ നടന്നില്ല, 72-ൽ നടന്നില്ല. കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴ് ആയിരക്കണക്കിന് ഇനങ്ങളാണ് സാർ ഇതിനകത്ത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ററാക്ഷന്റെ പ്രശ്നം പോട്ടെ, ടൈമിൽ നടത്താൻ പോലും പറ്റുന്നില്ല. ഒരു നൃത്തത്തിൽ വേഷമിട്ട് നിൽക്കുന്ന കുട്ടി 12 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറാൻ പറ്റൂ. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് എവിടെയാ സാർ? അത് വിതരണ കുഴപ്പം. ജഡ്ജ്മെന്റിന്റെ ആദ്യത്തെ അപാകതകൾ ഈ സബ് ഡിസ്ട്രിക്ട് മുതൽ ഇവരുടെ പ്രോഗ്രാം കൺവീനൻസ് ഉണ്ട്. ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളെ ആരെയെങ്കിലും ഇന്ന് വരെ സാറ് അന്വേഷിക്കുക, ഒരു സബ് ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു ആർട്ടിസ്റ്റ് ഇല്ല. അവിടെ അപ്പീൽ കമ്മിറ്റി ഉണ്ട്. ഇറച്ചി വെട്ടുകാരൻ ഇപ്പോൾ ഒരു ഒപ്പനയ്ക്ക് ഇരുന്നാണ്. എൻ്റെ സ്വന്തം അനുഭവമാണ്. എന്നെ അപ്പീൽ കമ്മിറ്റി വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒപ്പനയുടെ ഇറച്ചി വിട്ടുമായിട്ട് എന്താ ബന്ധം? അതാ ചോദിക്കുന്നത്. അല്ല, ഒരു കലാകാരൻ പത്രത്തിൽ ഇറച്ചി വെട്ടുന്നത് അങ്ങനെ കലാകാരനായിക്കൂടുന്നില്ല. അല്ല സാർ, പണിക്ക് പോണ ആളിനെ രീതിയിലാണ് ഇന്നത്തെ ഈ അപ്പീൽ കമ്മിറ്റിയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇറച്ചി വെട്ടുകാരെ താഴ്ത്തിക്കാരനാ. കാര്യം ഒരു ഇറച്ചി വെട്ടുകാരൻ എനിക്ക് നേരിട്ടറിയാം. അതേ ഉണ്ടല്ലോ, ഒരു ഗാന്ധിയനാണ് അദ്ദേഹം. തിരുവനന്തപുരത്തെ അറവുശാലയിൽ ഇറച്ചി വെട്ടുന്ന ആളാണ്. പക്ഷേ അയാൾ ഗാന്ധിയനാണ്, വെജിറ്റേറിയൻ ആണ്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സാർ, ഇറച്ചി വെട്ടിന്റെ കാര്യത്തിലേക്ക് ഒരു ജഡ്ജ്മെന്റിനെ ഒരു ജഡ്ജിനെ അധ്യാപക സംഘടനക്കാരെ വിളിച്ചിട്ട് ഞാൻ ജഡ്ജ്മെന്റ് പോയിട്ടുള്ളതാണ്. അവിടുത്തെ എന്നോട്, ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസ് ജഡ്ജ്മെന്റ് പോയി എന്നോട് ആളില്ല ഗിറ്റാറിന് ഇരിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗിറ്റാർ എങ്ങനെ പിടിക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗിറ്റാറിന് അല്ല, അത് ഈ അധ്യാപക സംഘടന എന്ന് പറയുന്ന അധ്യാപക സംഘടനക്കാരുടെ മാത്രമാണ്. അവരുടെ കയ്യിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞാൽ അവർ എത്തുന്ന ജഡ്ജസിനെ കൊണ്ട് മാക്സിമം ജോലി ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള വാർത്തകളില്ല, അഡീഷണൽ DPക്ക് പറയാൻ പറ്റൂല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്, എന്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാൻ ഒരുപാട് കലോത്സവം നടത്തിയിട്ടുള്ള ആളാണ് ജില്ലകളിൽ. അങ്ങനെ ഒരു സംഭവം ഞാൻ നടത്തിയ കലോത്സവങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ അനൗൺസ്മെന്റ് അനുഭവം നടത്തും. ആ ക്വാളിഫിക്കേഷൻ ഈ ജഡ്ജസ് എഴുതിത്തരുന്ന ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അവരുടെ ആദ്യം സത്യപ്രസ്താവന ചോദിക്കും. ചോദിച്ച് ആ സത്യപ്രസ്താവന ആദ്യം വായിച്ച് കേൾപ്പിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ആ സത്യപ്രസ്താവന തന്നെ ജഡ്ജ് സത്യസന്ധമായി തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ DDക്ക് തെറ്റുന്നില്ല, അല്ലെങ്കിൽ കലോത്സവം നടത്തുന്ന ആൾക്ക് തെറ്റുന്നില്ല. പിന്നീട് രക്ഷകർത്താക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടി നല്ലതാണ്, അവന്റെ പെർഫോമൻസ് ഒരിക്കലും മോശമാകില്ല, വിശ്വസിച്ചേ പറ്റൂ. കാര്യം രക്ഷാകർത്താവാണ്. അതെ, അല്ല ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പൊ പിള്ള ഡാൻസ് ചെയ്യുന്നിടത്ത് തള്ളയ്ക്ക് വലിയ സ്കോപ്പ് ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ തള്ളമാരും തന്തമാരും കൂടെ അവിടെ കയറി നിൽക്കുക. അപ്പൊ ഇവരെ മാറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെ, കാരണം ഈ കലോത്സവത്തെ തന്നെ വേറെ ലെവലിലേക്ക് എത്തിച്ചവരിൽ നമ്മുടെ മാതാപിതാക്കൾക്ക്, ഈ കലോത്സവത്തെ ചീത്ത പറയുന്ന ആൾക്കാർക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട്. അവരാണ് ഈ പരിപാടി മാത്രമല്ല ചില ഗുരുക്കന്മാർക്കും അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. എന്റെ കണ്ണിലിടിച്ച കേസിൽ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ നാടകം സംവിധാനം ചെയ്ത ആള് നന്നായിട്ട് അത്യാവശ്യം മദ്യപിക്കുന്ന ആളാണ്. ഈ കക്ഷി ആ സ്കൂളിന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, ഫസ്റ്റ് പ്രൈസ് ഞാൻ വാങ്ങിച്ചു തരാമെന്ന്. അപ്പൊ അത് വെച്ചാൽ പുള്ളിയുടെ ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. സ്കൂളുകാരുടെ ഭാഗത്താണ് ആർക്ക് പ്രൈസ് വാങ്ങുന്നു അതനുസരിച്ച് അങ്ങോട്ടേക്ക് ചാടി അവരെ പിടിക്കാൻ കൂടിയ പൈസ ഗുരുവിനെ ഒരു അടുത്ത ശിഷ്യരെ കിട്ടുള്ളൂ. അപ്പൊ ആ ആളെ എങ്ങനെയെങ്കിലും സമ്മാനം വാങ്ങി ഒരു 5-6 ശിഷ്യരെ കൂടുതൽ കിട്ടണം, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ സമ്മാനം വാങ്ങിയാലേ കിട്ടുള്ളൂ. ടീച്ചർ, എനിക്ക് അറിയാനുണ്ട്, ഈ ഡാൻസ് ടീച്ചേഴ്സിന്റെ ഇടയിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 10 തവണ സമ്മാനങ്ങൾ നേടിക്കൊടുത്ത ഏക നൃത്താധ്യാപക കേരളത്തിൽ അങ്ങനെയൊക്കെയുള്ള പരസ്യ പ്രചാരണങ്ങളുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ മത്സരത്തിന് പ്രവർത്തിച്ച ഒരു വ്യക്തി ഞാനാണ്. ഏറ്റവും കൂടുതൽ സമ്മാനവും കലാതിലക പട്ടം കിട്ടിയത് എനിക്ക് തന്നെയാണ്. അത് പരസ്യപ്പെടുത്താറുണ്ടോ? ഞാൻ പറയാറില്ല. ഞാനേ കലാമണ്ഡലം പലപ്പോഴൊക്കെ ഫേസ്ബുക്ക് പോലുള്ള ഒരുപാട് മാധ്യമങ്ങളുണ്ട് പരസ്യപ്പെടുത്താൻ വേണ്ടി. ടീച്ചറുടെ കാലത്ത് അന്നില്ലായിരുന്നു. ഇപ്പൊ ഒരു എ ഗ്രേഡ് കിട്ടിയ അപ്പൊ എന്റെ കുട്ടിക്ക് എ ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്.
ഇത് കേരളം മുഴുവൻ പരസ്യപ്പെടുന്നല്ല, അതൊരു സൂത്രപ്പണിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള പരസ്യപ്പെടുത്തിക്കോട്ടെ. സൂത്രപ്പണിയാണല്ലോ, അതൊരു മാർക്കറ്റിംഗ് അല്ലേ. കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കുച്ചിപ്പുടിക്ക് കിട്ടിയ ഒരു അധ്യാപകനാണ് ഈ വർഷം ജില്ലാ കലോത്സവം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഫോൺ സംഭാഷണങ്ങൾ, എൻ്റെ ഫോൺ നമ്പറുകളെ എല്ലാം ഞാൻ വിജിലൻസിന് കൈമാറിയിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് നല്ലൊരു കുട്ടിയാണ് ഉത്തര എന്ന് പറഞ്ഞ് ഉത്തരയ്ക്ക് സ്റ്റേറ്റിൽ ഞാൻ ഒരു ടോപ്പ് പ്രൈസ് തരാം, 1,00,000 രൂപ എനിക്ക് തന്നാൽ ഉണ്ട്. ആ വ്യക്തിയുടെ പേരിലാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നതും. നിങ്ങൾ അവരുടെ അടുത്ത് പോയി പഠിച്ചിട്ടുണ്ടോ, നൃത്തം അഭ്യസിച്ചിട്ടുണ്ടോ? അധ്യാപകന്റെ അടുത്ത് പോയിട്ട് പിന്നെ നിങ്ങളെ എങ്ങനെയാ സ്വാധീനിക്കണം തോന്നിയ കാര്യം? കഴിഞ്ഞ വർഷം ഞാൻ സാറേ 8ാം ക്ലാസ് തൊട്ട്. നമ്മുടെ ധനസ്ഥിതി എങ്ങനെയാ? എന്റെയോ, എന്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അത്യാവശ്യം കാശുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കുഴപ്പമില്ല. അല്ല, ഞാൻ 8ാം ക്ലാസ്സിലെ എന്റെ മോള് ആലപ്പുഴ ജില്ലാ മത്സരത്തിൽ മത്സരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വ്യക്തി ജഡ്ജായിട്ട് വന്നു. ജഡ്ജായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭരതനാട്യ മത്സരത്തിലെ ഒരു അർഹതയില്ലാത്ത കുട്ടിക്കാണ് അന്ന് പ്രൈസ് വന്നത്. അന്ന് പല പേരൻസും എല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഞാൻ ഒഴിഞ്ഞു നിന്നു. DDയെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ നാളത്തെ കുച്ചിപ്പുടി മത്സരത്തിൽ ആ ജഡ്ജിനെ ഇരുത്തത്തില്ലെന്ന് പറഞ്ഞു. അന്ന് ആലപ്പുഴ SP ആയിട്ടിരുന്ന ഉമാ ബെഹ്റി എന്ന് പറയുന്ന മാഡമാണ്. മാഡത്തെ വിളിച്ച് ഇവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ DDയായിട്ട് സംസാരിച്ചിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം UP മത്സരം നടക്കുമ്പോൾ വേറെ ജഡ്ജസ് ആയിരുന്നത്. പക്ഷേ ഹൈസ്കൂൾ മത്സരം വന്നപ്പോൾ ഈ വ്യക്തി അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മാഡത്തെ വിളിച്ചു. മാഡം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു മാഡം ആ വ്യക്തിയെ ഞാൻ ഇരുത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. മാഡം അല്ലേ പറഞ്ഞ DD പറഞ്ഞ ആ വ്യക്തി ഇരുത്തത്തില്ലെന്നുള്ളത്. ഇപ്പൊ വീണ്ടും ആ വ്യക്തിയെ ജഡ്ജ്മെന്റിന് ഇരിക്കാനായിട്ട് വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഞാൻ CA ഉണ്ട്, അവിടെ SI ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ സ്റ്റേജിൽ കയറി ചെന്നിട്ട് പറഞ്ഞു ഈ വ്യക്തി ഇരുന്നാൽ സ്റ്റേജിൽ കയറി മൈക്കെല്ലാം ഓൺ ആയിരുന്നു. ഞാൻ ഒരിക്കലും ഈ മത്സരം നടത്തിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ മരിച്ചു വീണാലും ഈ മത്സരം ഞാൻ നടത്തിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി ആ വ്യക്തി ഒഴിവാക്കി മത്സരം നടത്തിയപ്പോൾ കുച്ചിപ്പുടിക്ക് എൻ്റെ മോക്ക് ആലപ്പുഴ ജില്ല 2nd ആയിരുന്നു. സ്റ്റേറ്റ് ചെന്ന് മത്സരിച്ചപ്പോൾ 10 സ്ഥാനത്തിനകത്ത് വന്നു. മോഹിനിയാട്ടം ജില്ലയിൽ മത്സരിച്ചപ്പോൾ 1st പ്രൈസ് ആയിരുന്നു. ആ വ്യക്തി അതിന്റെ വൈരാഗ്യം തീർക്കാൻ ഈ കുട്ടിയെ പാലക്കാട് മത്സരം നടന്നപ്പോൾ B ഗ്രേഡ് ആക്കി. എന്നിട്ട് എന്നോട് തന്നെ അന്ന് ജഡ്ജല്ല, ആ സ്വാധീനം, ജഡ്ജിന്റെ സ്വാധീനം ഉപയോഗിച്ചു. അല്ലല്ല, എന്നോട് തുറന്നു പറഞ്ഞു. അതിനുശേഷം സബ് ജില്ലയിലെല്ലാം ഇത് നടക്കുന്ന കാര്യമാണ്. ഇത് കേൾക്കാം. അതിനുശേഷം 9ാം ക്ലാസ്സിലെ മത്സരം വന്നു. ഈ വ്യക്തി പുറകിൽ, അപ്പം ആലപ്പുഴ ജില്ലയിൽ പാനൽ കൊടുക്കാൻ നേരം പറഞ്ഞു ഉത്തര എന്ന് പറയുന്ന കുട്ടിയുടെ പേരൻസ് പരാതി തന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പാനൽ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതോ ഈ വ്യക്തി തന്നെ 10ാം ക്ലാസ്സിൽ എൻ്റെ മകൾ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ചെന്നപ്പോൾ എൻ്റെ അടുക്ക് നേരിട്ട് വന്നിട്ട് പറഞ്ഞു ചേച്ചി അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി, നല്ലൊരു കുട്ടിയാണ് ഉത്തര എന്നുള്ളത് എനിക്ക് മനസ്സിലായി, എനിക്ക് അന്ന് ഒത്തിരി പേര് എന്നെ പ്രലോഭിപ്പിച്ചാണ് ഇങ്ങനെ പോയത്, അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ശരി, ഒരു സഹോദരനെ ഒരു സഹോദരി ശാസിക്കുമ്പോൾ നീ എൻ്റെ ഒരു ഇളയ സഹോദരനായിട്ട് കാണുന്നു, നിനക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചെങ്കിൽ ശരി ഇവിടെ വെച്ചത് വിട്ടേരും, നമുക്ക് ഇനി എനിക്കൊരു പിണക്കം തന്നോടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ചേച്ചി എനിക്കൊരു കൈ തരാൻ പറഞ്ഞു. കൈ തന്ന് പിരിഞ്ഞ ആളെ കലോത്സവത്തിൽ എന്നോട് പിറ്റേ ദിവസം വന്ന് പറയുക എൻ്റെ കുട്ടിക്കാണ് ഗോപികാരാജ് എന്ന് പറയുന്ന കുട്ടിക്കാണ് അന്നത്തെ DPI ജയ മാഡത്തിന് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഗോപികാരാജ് എന്ന് പറയുന്ന കുട്ടിക്കാണ് മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും കഥകളിക്കും ഫസ്റ്റ് പിടിച്ചിരിക്കുക. അതുകൊണ്ട് ചേച്ചി എനിക്കെതിരെ പരാതി ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോഴും വേണേൽ ആ മാഡത്തെ ഈ സെക്കൻഡ് വിളിച്ച് ചോദിച്ചാൽ ഉത്തര എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ വിളിച്ച് പരാതി പറഞ്ഞു എന്നുള്ളത് മാഡത്തിന് അറിയാൻ പറ്റും. അന്ന് ഞാൻ ഈ പ്രൈസെല്ലാം അനൗൺസ് ചെയ്തപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. നമ്മൾ കൈ മടക്കി ഇങ്ങ് പോന്നു. ഈ വർഷം അത് കഴിഞ്ഞപ്പോൾ ഈ വർഷം സ്കൂൾ ഫസ്റ്റ് തുറന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇതുപോലെ എനിക്ക് ഉത്തരെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, ഗോപികാരാജ് ഇവിടുന്ന് പോയി ആ കുട്ടി ചെന്നൈയിലാണ് ഇപ്പോൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗീത പത്മകുമാറിൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന്. ഞാൻ ഗീത ടീച്ചറെ വിളിച്ചിട്ട് ചോദിച്ചു ടീച്ചറെ ഇങ്ങനെ ഒരാൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു ആ വ്യക്തിയെ വിളിച്ചിട്ടേ ഒന്ന് പഠിപ്പിക്കാൻ പറ, ഈ വ്യക്തിക്ക് കുച്ചിപ്പുടി അറിയാവുന്ന നമുക്കൊന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ശരി. എന്നെ പിന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി വരാൻ പറഞ്ഞു. ആ കുട്ടി എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു ഏതൊരാളായാലും ഡാൻസ് എന്ന് പറഞ്ഞു വരുന്ന ഒരു ഗുരുവല്ലേ. ഞാൻ പറഞ്ഞു ശരി 501 രൂപ ദക്ഷിണയും കൊടുത്തിട്ട് ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. ആദ്യം നാട്യാരംഭം പിടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. എൻ്റെ മോള് പറഞ്ഞു അമ്മ എന്നെ ഈ സാറ് പഠിപ്പിക്കണ്ട. നന്നായിരുന്നുണ്ടെങ്കിൽ തുടർന്ന് പഠിപ്പിച്ച് 1ാം സമ്മാനം കിട്ടാനായിരിക്കാം, മേ ബി അതായിരിക്കാം ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം ഇതുപോലെ റെസ്പോണ്ട് ചെയ്യുന്ന രക്ഷകർത്താക്കളാണ്. പരസ്യമായ വേദിയിലൊക്കെ കയറി ഇതുപോലെ ജഡ്ജസിന് എന്തും ചെയ്യാന്നുള്ള അവസ്ഥ എത്തി. ആദ്യത്തെ കാര്യം അതാണ്. DPIയോ DDയോ അങ്ങനെയുള്ള ഒരാളും പോയ പല കലോത്സവങ്ങളുടെ അനുഭവം ഉണ്ട് സാർ. ഒരാളും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ. എനിക്കറിയാം എന്നെ പഴയ ചെയ്ത ഓർമ്മ എനിക്കുണ്ട് സാറേ. അതുകൊണ്ട് എന്നെ പഴയ ചെയ്ത ഓർമ്മ എനിക്കുള്ളത് കൊണ്ട് അത് റെക്കോർഡാണ് ഞാൻ വിജിലൻസിന് കൈമാറിയിരിക്കുന്നത്. ഇന്ന് എന്നെ വിളിച്ചിട്ട് 2 നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടി എന്നിട്ട് എന്നോട് പറഞ്ഞു വേറൊരു വാചകമാണോ കൃഷ്ണന്റെ ഐറ്റം കളിക്കരുത്, CPM ഭരിക്കുന്നത് അതുകൊണ്ട് കുട്ടിക്ക് പ്രൈസ് കിട്ടത്തില്ല. എന്തോന്ന് കൃഷ്ണന്റെ ഐറ്റം കളിക്കരുത്, ഇതുണ്ട് വിജിലൻസിന്റെ കയ്യിലുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായ രക്ഷകർത്താക്കൾക്ക് കുട്ടികൾക്ക് സാഹചര്യം കിട്ടാതെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് 5, 6, 7 വർഷങ്ങൾ ഒരേ ഫോളോ അപ്പ് ചെയ്ത് ആ കുട്ടിയെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇത്തരം രക്ഷകർത്താക്കളാണ് ഇവിടുത്തെ സാധാരണക്കാരായ പട്ടിണി പാവങ്ങളായ രക്ഷകർത്താക്കളുടെ മക്കളെ ഇതുപോലുള്ള അവസരം കൊടുക്കാതെ കേരളത്തിലെ മുഴുവൻ ജഡ്ജസിന്റെയും ബയോഡേറ്റ അടക്കം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ സാധാരണക്കാരായ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയായിരിക്കണം ഇവിടെ ഇത്തരം മത്സരങ്ങൾ നടത്തുന്നത്. ഇതിനെതിരെ
വ്യക്തി പഠിപ്പിക്കാൻ അത് ഞാൻ പറഞ്ഞില്ല എന്റെ മൊബൈലിലുണ്ടെന്നുള്ളത്. ആ വ്യക്തി പഠിപ്പിക്കാൻ എന്നോട് പറഞ്ഞു ഗുരു എന്ന് പറയുന്ന ഒരാളും മൗലി എന്ന് പറയുന്ന ഒരാളും ഹൈദരാബാദിലുണ്ട്, എന്റെ ഫ്രണ്ടാണ്, അവരാണ് ഇവിടെ ജഡ്ജിന് വരുന്നതെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഇതുപോലുള്ള പാരന്റ്സ് ആണ് കലോത്സവങ്ങളെ കുറിച്ച് ഇപ്പൊ വിളിച്ച് ചോദിച്ചു നോക്കെ, അതാണ് വിജിലൻസ്. ഇല്ല എന്നിട്ട് ഏറ്റവും ഒടുക്കം പറഞ്ഞതറിയോ, ഇല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ, കൊച്ചിലെ ഇല്ല കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിനുശേഷം എന്റെ കുഞ്ഞ് സ്റ്റേജിൽ ഒരുങ്ങുന്നതിന്റെ പുറകെ വന്നിട്ട് പറഞ്ഞു എന്റെ കുട്ടികളുണ്ട് 5 കുട്ടികൾ, 4 കുട്ടികളെ 3 എന്റെ ഫ്രണ്ട്സിന്റെ കുട്ടികളുണ്ട്, അങ്ങനെ ആ കുട്ടികൾക്കാണ് പ്രൈസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സഹോദരി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി 7 പ്രൈസ് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രൈസ് നോക്കിയാൽ മതിയല്ലോ. സാറേ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ അധ്യാപകർ ഈ പിന്നെ പേരന്റ് 1 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടുമോ എന്നൊക്കെ ആയിക്കോട്ടെ. എങ്ങനെയാണ് ഈ പരാതി ഉണ്ടാവുക രക്ഷകർത്താവിന്? സാറേ ഇത്രയും പരാതി രക്ഷകർത്താവല്ലേ ഇതുണ്ടാക്കുന്നത്? ഇത്രയും ആവേശം രക്ഷകർത്താക്കൾക്ക് അഴിമതിക്ക് കാരണം രക്ഷകർത്താക്കളല്ലേ? ഇതേ കുട്ടിക്ക് കഥകളിൽ 1ാം സമ്മാനം കിട്ടി. അവിടെ ഒരു അഴിമതി നടന്നിട്ടില്ലായിരിക്കാം എന്നാണ് അതിന്റെ അർത്ഥം. കുച്ചിപ്പുടിയിലെ സ്ഥാനം താഴ്ത്തു പോയപ്പോഴേക്ക് അഴിമതി 10 വർഷം കൊണ്ട് കഥകളി പഠിക്കുന്ന കുട്ടി അല്ല, 2 വർഷം കൊണ്ട് കുച്ചിപ്പുടി പഠിക്കുന്ന പ്രൊഫഷണൽ ആയിട്ട് കഥകളി ചെയ്യുന്ന ആളാണ്. കലയെ വർഷങ്ങളുടെ നീളം കൊണ്ടല്ല കലയെ അളക്കേണ്ടത്. വർഷങ്ങളുടെ നീളം കൊണ്ടല്ല കലയെ അളക്കേണ്ടത്. കല സർഗാത്മക കഴിവാണ്, ഈശ്വരന്റെ വരദാനമാണ്, ഈശ്വരൻ തരുന്നതാ. അതിനെ ബഹുമാനിച്ചുകൊണ്ട് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളെ പണം കൊണ്ട് നിങ്ങളുടെ ഈ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആവേശം കാണിച്ചല്ലോ. നിങ്ങൾ പണം കൊണ്ട് അളന്ന് വാങ്ങിക്കേണ്ടതല്ല. ആ കുഞ്ഞിന് കഴിവുണ്ട്, ആ കുഞ്ഞിന് കഴിവുണ്ട്. ഈശ്വരൻ അനുഗ്രഹം കിട്ടട്ടെ കൊച്ചിന്. മാഡം ചാടി സ്റ്റേജിൽ കയറിയത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഭയങ്കര സംശയമുണ്ട്. അത് ശരിയല്ല, അത് ശരിയല്ല. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് സംഘാടകർ ഇത് നടത്താൻ പാടില്ല. ഞാൻ ഇതുകൊണ്ട് മാം പറഞ്ഞ അമ്മമാരെ അടുപ്പിക്കരുത് അവിടെ. അതായത് മാഡം കേരളത്തിൽ ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കാസറ്റ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് സംപ്രേഷണം ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യാത്തതിന്റെ ഫുൾ വെർഷൻ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കും. കാരണം അതേ ഇരുന്ന് കാണട്ടെ. അപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്കൂളിന്റെ മാത്രം ഒരു അഫെയർ ആക്കി മാറ്റണം. മാതാപിതാക്കളെ അടുപ്പിക്കരുത്. ഇപ്പം അവിടെ സ്റ്റേജിൽ കയറാൻ പറ്റുകൊണ്ടാണല്ലോ ഓടി മേടം കയറാൻ സമ്മതിക്കരുത്. രക്ഷകർത്താക്കളുണ്ട്. പേരന്റ് മാത്രമല്ല എല്ലാവരും ഇതൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അല്ല, അവരെ കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രയോജനം വേണ്ടേ? അവരതാണ് ചോദിക്കുന്നത്. അവരെ കൊണ്ട് നടക്കുന്നില്ല, എന്നിട്ട് അവർക്കൊരു പ്രയോജനം വേണ്ടേ? ഞങ്ങൾക്കും വേണ്ട കലാകാരികളെ പ്രയോജനപ്പെടുത്താനാണോ മക്കള്? അല്ല, പ്രയോജനം വേണ്ടേ? കലയല്ലേ, കലയെ പറ്റിയല്ലേ നമ്മൾ സംസാരിക്കും. അതിനൊരു പ്രയോജനം വേണ്ടേ? ഞങ്ങൾക്കും ഒരു ഇതില്ല. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വന്നിട്ട് ഒരു ലെവലിൽ താത്തി കെട്ടിക്കൊണ്ടല്ല. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ്. ഞാൻ ഒരുപാട് കലയൊന്നും അഭ്യസിക്കുന്ന ആളല്ല. ഞാൻ നൃത്തമാണ് പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടി മോള് നൃത്തം പഠിക്കുന്നു? ഞാൻ കലോത്സവത്തിന് പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഞാനും എൻ്റെ ചേച്ചിയും കലോത്സവത്തിൽ കൂടെ ഉയർന്നു വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഒരു കാരണവശാലും നൃത്തത്തിൽ നിന്ന് നിങ്ങളുടെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ കലാതിലകം എന്നല്ല ഞങ്ങൾ ഉത്തരം പറയുന്നത്. ഞങ്ങളുടെ അടുക്ക പഠിക്കാൻ വരുന്ന ഓരോ കുഞ്ഞിനോടും ആദ്യം ചോദിക്കുന്ന, മക്കളെ എന്തിനു വേണ്ടി നിങ്ങൾ പഠിക്കുന്നു? നൃത്തത്തെ അറിയാനാണോ പഠിക്കുന്നത്? ഈശ്വരനെ അറിയാനാണോ പഠിക്കുന്നത്? ഇല്ലാതെ എന്തിനാ? ഫസ്റ്റ് പ്രൈസിന് വേണ്ടിയാണോ മോള് പഠിക്കുന്നത്? ഒരിക്കലുമല്ല, എനിക്കിതൊരു പ്രൊഫഷൻ ആകാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും. അപ്പൊ അതില് കോൺസെൻട്രേറ്റ് ചെയ്യൂ. അല്ല, ഞാൻ താങ്കളോട് ചോദിക്കട്ടെ. അല്ല, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കൊണ്ട് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഉത്തര നല്ല കുട്ടി, അവള് സ്മാർട്ടാണ്, ഇവള് ഭാവിയിൽ ചലച്ചിത്ര താരമാവാൻ സാധ്യതയുണ്ട്. എന്റെ പ്രഡിക്ഷനാണ് ഇത്. അപ്പോ താല്പര്യം വിട്ടാൽ മതി. രണ്ടാമത്തെ കാര്യം, അല്ല ഞാൻ ചോദിക്കുന്നത് താങ്കളെ പോലെയുള്ള അമ്മമാർക്ക്, ഇപ്പൊ എല്ലാ അമ്മമാർക്കും കുട്ടികൾ 1ാം സ്ഥാനമൊക്കെ നേടണമെന്നൊക്കെ തന്നെയാണ് താല്പര്യം. അപ്പൊ താങ്കൾ എന്തിനാണ് വാശി കിട്ടി പോകുന്നതെന്ന് ചോദിക്കുന്നത്? 1ാം സ്ഥാനമല്ല, 10 ടീച്ചർ പറ 10 വർഷം കൊണ്ട് കുച്ചിപ്പുടി പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെ 43ാം സ്ഥാനം ബി ഗ്രേഡും? അതൊക്കെ ആകാം. അതൊരു മാനദണ്ഡമാണോ മേഡം? അതൊരു മാനദണ്ഡമാണോ? 10 വർഷം കൊണ്ട് പഠിക്കുന്നത് പറയുന്നത് ഒരു മാനദണ്ഡമല്ല. കുച്ചിപ്പുടിക്ക് 10ാം സ്ഥാനത്തിനകത്ത് വരുന്ന ഒരു കുട്ടി. ഞാൻ ചോദിക്കട്ടെ, കഴിവുള്ളവര് ഒരു മാസം കഴിവുള്ളവരുണ്ടെങ്കിൽ 1 വർഷം പഠിച്ചാൽ മതി. ഞാൻ ചോദിച്ചോട്ടെ, അതായത് DPI ആയിരുന്ന അദ്ദേഹം ഇത്രയും കോഴിക്കോട് കലോത്സവം ഉൾപ്പെടെ പല നല്ല കലോത്സവങ്ങളും നന്നായി നടത്തിയ ആളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നമുക്ക് 4, 3, 7 എഴുതി കൂട്ടുന്ന പോലെ ഒരു ജഡ്ജ്മെന്റ് നടത്താൻ പറ്റുന്നത്. ഇതൊക്കെ വളരെ സബ്ജക്റ്റീവായ ഒരു ആത്മനിഷ്ഠാപരമായിട്ട് ഒരു വിധികർത്താവ് മുന്നിലിരുന്ന് പല ഘടകങ്ങളുടെ മുന്നിലിരുന്ന് ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ചിലപ്പോൾ ഒരു മാർക്ക് അങ്ങോട്ടോ ഒരു മാർക്ക് ഇങ്ങോട്ടോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ 30 കൊല്ലം പഠിച്ചു, അല്ലെങ്കിൽ ഇന്ന ടീച്ചറിന്റെ കീഴിൽ പഠിച്ചു, അതുകൊണ്ട് സമ്മാനം കിട്ടും. ഞാൻ പറഞ്ഞ ഒരു മാതാവ് എന്നുള്ള നിലയിൽ താങ്കളുടെ മനസ്സിൽ ഉണ്ടാകാൻ പറ്റാത്ത ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടായിരിക്കുന്നു. അത് പാടില്ലെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഉത്തര കഴിവുണ്ടെങ്കിൽ അവൾ വളർന്നു വരും. അവൾക്കൊരു സ്പേസ് ഉണ്ട്. ഈ നാട്ടിൽ അവള് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു ഐശ്വര്യമുള്ള മുഖമൊക്കെ അവൾക്കുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല.
മേഡം 1 ലക്ഷം രൂപയുടെ വാഗ്ദാനം ചോദിച്ച ആൾക്കാരൊക്കെ മേഡത്തിന് പരിചയമുണ്ടല്ലോ. ഉണ്ടോ? അതേ ആളിനെ തന്നെ ട്യൂട്ടറായിട്ട് കൊണ്ടുവന്നല്ലോ. ഒരു സെക്കൻഡ് ഒന്ന് പറയാം. അതിന്റെ കാരണസഹിതം ഞാൻ പറഞ്ഞല്ലോ, സാർ എന്തോ ശ്രദ്ധിച്ചു. അല്ല അത് തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഞാനിപ്പോ ഇന്ന് ഇവിടെ വന്നത് സെന്റ് തെരേസസ് സ്കൂൾ എറണാകുളം, അവിടെയാണ് എൻ്റെ മകള് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ വർഷം അവിടുത്തെ അധ്യാപികമാര് എന്നോട് പറഞ്ഞു, മകളെ നങ്ങ്യാർ കൂത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചി മ്യൂസിക് ടീച്ചറാ. ചേച്ചി എപ്പോഴും പറയും ആമിയെ നങ്ങ്യാർ കൂത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. അത് ആ ഭാവാഭിനയം അതിന് ഒരു ശ്രേഷ്ഠ കലയാണ്. കാരണം അതുകൊണ്ടല്ല പറയണ കേൾക്കണം. ഇപ്പൊ പറഞ്ഞ പല ചർച്ചകളും വന്നത് കേരള നടനം, ഭരതനാട്യം, മോഹിനിയാട്ടം, അതുപോലെ ഇപ്പോൾ കഥകളി അറ്റ് പ്രസന്റ് ഉത്തരയുടെ കാര്യം. അപ്പോൾ ഈ വക ഐറ്റംസിലുള്ള അത്രയും തമ്മിത്തല്ല് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കണ്ടില്ല. അത് വളരെ സന്തോഷം. പങ്കെടുത്തത് അന്ന് സബ് ജില്ലയില് 4 പേര്, ജില്ലയില് 4 പേരെ ഉണ്ടായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടാണ് സാർ? അത് ഭാവാഭിനയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കലയാണ്. അതിലേക്കാണ് ഞാൻ 30,000 രൂപയൊക്കെ അടുത്താണ് അത് ഒരു തവണ സ്റ്റേജ് കയറുമ്പോൾ ചെലവ് വരുന്നത്. 30,000 രൂപ എങ്ങനെയായാലും ഒരു തവണ സ്റ്റേജ് കയറുമ്പോൾ വരും. പൈസയല്ല അവിടെ, ഒരു പ്രത്യേകമായ ശ്രേഷ്ഠമായ അമ്പലത്തിലെ കലയാണത്. അത് പല പുരാതന കലകളിലൂടെ, പുരാതന കഥകളിലൂടെ അതിനെ ആപ്ലിക്കബിൾ ആക്കാൻ നോക്കുകയാണ് ഇതിൽ. പിന്നെ ഈ ഒരു ഐറ്റത്തിൽ തമ്മിത്തല്ലില്ല. കാരണം ഞാൻ ഒരു കാര്യം പറയാം. സബ് ജില്ലയിൽ നിന്ന് ജില്ലയിലേക്ക് മകൾ വന്നു. ജില്ലാ വേദിയിൽ അവൾക്ക് 2nd A grade ആയിരുന്നു. ഫസ്റ്റ് കിട്ടിയ കുട്ടി മായിട്ട് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടുന്നു. പക്ഷേ ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് 3 മാർക്കിൻ്റെ ഡിഫറൻസ് ഉള്ളൂ എന്ന് അറിഞ്ഞു. അപ്പീൽ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിന് പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇപ്പോഴേ തന്നെ അപ്പീൽ കൊടുത്തിട്ട് അതിനായിട്ടല്ല നമ്മളത് പഠിപ്പിച്ചത്. കല വഴങ്ങുന്നു മനസ്സിലായപ്പോൾ അതിന് ആ പ്രാധാന്യമാണ് അവിടെ നമ്മൾ കണ്ടത്. കുട്ടി അതിനെ എങ്ങനെ എടുക്കുന്നു, പിന്നെ അവിടെ എന്തായാലും താങ്കൾ അപ്പീൽ കൊടുക്കേണ്ട തീരുമാനിച്ചത് നന്നായി. താങ്കളുടെ ഒരു അപ്പീൽ കൊടുക്കില്ല. അല്ലെങ്കിലും ഈ അപ്പീൽ കൊടുക്കേണ്ട തീരുമാനിച്ച കേരളത്തിലെ 1, 2, 3 മാതാക്കളായിരിക്കും, അതിലൊരാളായിരിക്കും താങ്കൾക്ക് കൈ കേട്ടോ. റെഡി, ഓക്കെ. ദ്രൗപദിയും പത്മിനിയും കുറേ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്താണല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് വേറൊരു പ്ലെയിനിൽ നിന്നുകൊണ്ടാണ് ഇതിനെ കാണുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അതേസമയം ഗ്രേസ് മാർക്ക് ആയാലും പത്രങ്ങളിലുണ്ടാകുന്ന കവറേജ് ആയാലും മീഡിയ കവറേജ് ഒക്കെ ആയാലും ശരി, ഇന്നിപ്പോൾ ഇതൊരു പ്രസ്റ്റേജായി മാറിക്കഴിഞ്ഞു. കലോത്സവം എന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ മാത്രം ഒരു ഉത്സവമായി മാത്രം കാണുക. കാരണം ഞാനും സിസ്റ്ററും എല്ലാം ഒരു കോമ്പറ്റീഷനിലൂടെ വന്നവരാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഞങ്ങൾക്കറിയാം. കുട്ടികളെക്കാട്ടി കൂടുതലും പേരൻസിനാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഞാനോ എൻ്റെ അനിയത്തിയോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി ആ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ വന്നത്. ഞാൻ ഒരു പ്രൈസ് വാങ്ങിച്ചത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഞാനൊരു പ്രൈസ് വാങ്ങിയത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത്രയും വർഷവും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഓരോ വർഷവും പോവും. B grade, C grade അല്ലെ A grade എന്തെങ്കിലും കിട്ടും, തിരിച്ചു വരും. B grade മേടിക്കും, വന്നിരുന്ന് കരയും, B grade കിട്ടുള്ളൂ. അപ്പൊ അച്ഛനും സാരമില്ല മോളെ, ചുമ്മാ കളിക്കാം, നമുക്ക് അത്രേ ഉള്ളൂ, നമ്മുടെ മനസ്സിൽ അത്രേ അടുത്ത വർഷം ട്രൈ ചെയ്യുക, അടുത്ത വർഷം പോവും എന്നും വെച്ച്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് പല കുട്ടികളും വരാറുണ്ട്. കോമ്പറ്റീഷന് വേണ്ടി ഞങ്ങൾ പഠിപ്പിക്കത്തില്ല എന്ന് തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം ഞങ്ങൾ കോമ്പറ്റീഷനിലൂടെ വന്നതാണ്. പക്ഷെ അന്നത്തെ കോമ്പറ്റീഷൻ അല്ല ഇന്നത്തെ കോമ്പറ്റീഷൻ. അന്നൊരു ഹെൽത്തി റിലേഷൻ ആയിരുന്നു എല്ലാവരും തമ്മിൽ. ഇപ്പൊ അതല്ല നടക്കുന്നത്. ഈ മാതാപിതാക്കൾ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രമാത്രം ഈ ഒരു തള്ളിക്കയറ്റം ഉണ്ടായിരുന്നില്ല. പേരൻസ് എത്ര ആണേലും ഇടപെടും. തള്ളിക്കയറുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. അന്നും ആൾക്കാരൊക്കെ ഉണ്ട്. അന്ന് ഇടപെട്ടിട്ടുണ്ട് സാർ, എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം ഒരു വാക്ക് അല്ലെങ്കിൽ കയ്യേറ്റം ആ ഒരു രീതിയിലേക്ക് ചെന്നിട്ടില്ല. കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ്. സത്യമായിട്ടും എൻ്റെ വിചാരം സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടി. അപ്പോൾ എന്താ കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന കുട്ടി ഞാനാണ്. ഇത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഈ പ്രൊഫഷനിൽ മുന്നോട്ട് പോകാം, ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ചെന്നൈ ചെന്നു, വേറൊരു ലോകത്തെത്തപ്പെട്ടതുപോലെ എനിക്ക് മനസ്സിലായി നമ്മൾ ഒന്നുമല്ല, നമ്മൾ ബിഗ് സീറോ, നമ്മൾ വെറും ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു അല്ലെന്ന് അന്ന് മനസ്സിലാവും. കേരളത്തിൽ നടത്തുന്ന അക്കാഡമികളിലെല്ലാം നിങ്ങളിപ്പോൾ അടയാറിൽ ആണല്ലോ പോവുക. ചെന്നൈ ചെന്ന അടയാറിലാണ് പോവുക. സാർ ഞാൻ കുച്ചിപ്പുടിയാണ്. ആന്ധ്ര അതല്ലേ പോകുള്ളൂ.
ആന്ധ്രയിലുള്ള ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ പഠിപ്പിക്കുന്നത്. പറഞ്ഞതിന്റെ ആ ഒരു അംശം മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ നല്ല കുച്ചിപ്പുടി ആർട്ടിസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ല എന്നല്ല, അല്ല ബിഗ് സീറോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പഠിച്ചൊന്നുമല്ലെന്ന് പറയുന്നു. ഇവര് പഠിച്ചത് ക്യാപ്സൂൾ പരുവത്തിലുള്ള കുച്ചിപ്പുടിയാണ്. ആയിരുന്നു. അതെ, അതാണ് നിങ്ങൾ പഠിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ചെന്നപ്പോ ബിഗ് സീറോ ആയത്. പക്ഷെ ഇവിടെ നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ഇവിടുന്ന് ഇപ്പൊ കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരുപാട് ജഡ്ജികളെ വിളിക്കുന്നുണ്ട്. ഇവിടെ നല്ല നല്ല വിധികർത്താക്കളുണ്ട്. ഒരു കാര്യം ഞാൻ സാറിനോട് വളരെ പ്രഗത്ഭരായ. സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ മത്സരത്തിന് പഠിക്കുന്ന ഒരു കുട്ടിയോട് വന്ന തട്ടടവ് ചവിട്ടാൻ പറഞ്ഞാൽ അവര് ചവിട്ടുമോ ഇല്ലല്ലോ. ഇപ്പൊ നേരിട്ട് അതാണ് കാര്യം. കറക്റ്റ് ആവശ്യമില്ല. അതുകൊണ്ട് ആർക്കും അത് അറിഞ്ഞൂടാ. ബേസിക് അറിയാതെ പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതേ അനുഭവത്തിൽ കൂടെ വന്നിട്ടുണ്ട്. 15 വർഷമായി. ഈ 12ാം ക്ലാസ് വരെ ഈ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് കുട്ടികൾ നൃത്തം അഭ്യസിക്കുന്നു. അവര് ഈ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് ആഴങ്ങളിലേക്ക് തീർച്ചയായിട്ടും ആ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ പ്രൊഫഷനെ കണ്ടിന്യൂ ചെയ്യുന്ന എത്ര പേരുണ്ടാവും? അവര് അവിടെ അവസാനിച്ചു. അവരുടെ സാഹിത്യപരമായ കലാപരമായ അവരുടെ വാസനകളെ അവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം അവർ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കുകയാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗവും ഇന്ന് കേരളത്തിൽ ഒരുപാട് അപജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലേക്ക് ഈ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് കുട്ടികളെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന രക്ഷകർത്താക്കളും അതിനു വേണ്ടിയിട്ട് മാഫിയ സംഘങ്ങളെ കൂട്ടുപിടിക്കുന്ന അധ്യാപകരും, നൃത്താധ്യാപകരായാൽ തന്നെയും ഈ പ്രൊഫഷനോടൊക്കെ ബന്ധപ്പെട്ട അധ്യാപകരും ഈ നിലപാടുകൾ മാറ്റണം. അതിന് വേണ്ടുന്ന സമൂലമായ അഴിച്ചുപണിയാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. സാർ, ഞാനും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരാളാണ്. ബിടെക് സ്റ്റുഡൻ്റ് ആണ്. ഞാനൊരു ഡാൻസറാണ്. അതും എൻ്റെ പ്രൊഫഷനായിട്ട് ഞാൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞതുപോലെ 2 വർഷം 3 വർഷം കൊണ്ട് ഡാൻസ് പഠിച്ചു, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് പഠിച്ചു എന്നൊന്നും പറഞ്ഞ് ഒന്നും ആവാൻ പോകുന്നില്ല. ഞാനിപ്പോൾ ഒരു 17 വർഷമായി ഞാൻ പഠിക്കുന്നു. എനിക്കും ഇതുപോലെ അപ്പീലൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഗുണമുണ്ടായി. ഞാൻ സ്റ്റേറ്റിൽ പോയി. ഇവിടെ നിന്ന് കിട്ടിയ കുട്ടിയെക്കാട്ടിൽ എനിക്ക് മുകളിലോട്ട് പൊസിഷൻ കിട്ടി. ദൈവം സഹായിച്ച് ചിലപ്പോൾ അന്നത്തെ എൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നുകൊണ്ടായിരിക്കാം എനിക്കന്ന് കിട്ടിയത്. ഞാൻ 4 വർഷം തുടർച്ചയായിട്ട് എൻ്റെ 5 വർഷവും ഞാൻ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. അതായത് 2 പ്രാവശ്യം. 8ാം ക്ലാസ്സിൽ എനിക്ക് എല്ലാം സെക്കൻഡ് ആയിരുന്നു. അന്ന് ഒരു ഈവന്റ് എനിക്ക് അപ്പീൽ വഴി സാങ്ഷനായി കിട്ടി. അത് അവിടെ പോയി അത് ഞാൻ ഇവിടെ നിന്ന് പോയ കുട്ടിയെക്കാട്ടിലും മുകളിൽ കയറാൻ പറ്റി. പിന്നെ അതിനുശേഷം ഉള്ള 4 കൊല്ലവും എൻ്റെ 3 ഇവന്റ്സും എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടാണ് ഞാൻ സ്റ്റേറ്റിൽ പോയത്. ഞാൻ ചോദിക്കട്ടെ മോനെ, അപ്പീൽ കൊടുക്കുമ്പോൾ വീണ്ടും കളിക്കണമല്ലോ അല്ലേ? അപ്പൊ നേരത്തെ കളിച്ചത് ചിലപ്പോൾ മോശമായിരുന്നിരിക്കാം. അപ്പീലിന്റെ മുമ്പിൽ ദൈവം അത് തന്നെയാണ് പറഞ്ഞത്. അപ്പീലിന്റെ മുമ്പിൽ ചിലപ്പോൾ നന്നായി കളിച്ചു കാണും. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും കളിക്കണമെന്നില്ല. അപ്പീൽ കിട്ടിയിട്ട് വീഡിയോ ക്ലിപ്പിംഗ്സും മറ്റും നോക്കി അപ്പീലിന്റെ കാര്യം തീരുമാനിക്കാം. ഞാൻ പറഞ്ഞത് അതിനുശേഷം അങ്ങനെ കിട്ടുന്ന ചാൻസ് ഉപയോഗിച്ച് സംസ്ഥാന തലത്തിൽ കുറെ കൂടി വാശിയോടുകൂടിയും കുറെ കൂടി സമഗ്രതയോടുകൂടിയും അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. അത് നേരത്തെ ജില്ലയിലോ സബ് ജില്ലയിലോ ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് 60 കുട്ടികൾ മത്സരിച്ചാൽ 13 കുട്ടികൾ അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 13 കുട്ടികളുടെയും വീഡിയോ ക്ലിപ്പും കണ്ട് 1 മണിക്കൂറിന് റിസൾട്ട് വരും. അത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ നൃത്താധ്യാപകനാണ്, ഇതുവരെ മനസ്സിലായില്ല. സ്റ്റേറ്റിൽ ഹയർ അപ്പീലിന് റിസൾട്ട് വരില്ല. കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ള റിസൾട്ട് വരും. ഇവർ ഏത് വീഡിയോ എങ്ങനെ നോക്കുന്നു? അപ്പീലെല്ലാം നിർത്താൻ തീരുമാനിക്കുന്നു. അതായത് വിധികർത്താവ് എടുക്കുന്ന തീരുമാനം അന്തിമമാണ്. ഇത് ചോദ്യം ചെയ്യാൻ താല്പര്യമില്ലെന്ന് ശ്രീ മുഹമ്മദ് അനീഷ് ഉണ്ടാക്കി ഉള്ള മാനുവലിൽ കൊണ്ടുവരുന്നു എന്ന് വെക്കുക. യോജിക്കുമോ മോനെ അതിനോട്? അല്ല, മാനുവലിൽ വ്യക്തമായിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്നതിൽ പലരും അർഹതയുള്ള സ്റ്റുഡൻസ് കാണും. കഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്. പക്ഷെ ഒരുപാട് കുട്ടികൾ കഴിവുള്ളവരുണ്ട്. അവർ അപ്പീലിന്റെ ബലത്തിലൂടെയാണ് സ്റ്റേറ്റിലെത്തി നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത്. ഈ കുട്ടി തന്നെ അപ്പീലിലൂടെ വന്നിട്ടാണ്. മാളവികയുടെ അഭിപ്രായം എന്തോ ഇക്കാര്യത്തില്? അപ്പീൽ വേണ്ട തീരുമാനിക്കുന്നു. അല്ല, ഞാനിപ്പോ കുച്ചിപ്പുടി ഞാൻ അപ്പീൽ കൊടുത്തു. ഞാൻ 8ാം ക്ലാസ് മുതൽ അപ്പീൽ കൊടുത്തിട്ട് ഹയർ അപ്പീൽ വഴി കയറി വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ 2 കൊല്ലമായി കുച്ചിപ്പുടി സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. ഒന്നാമത് മോളെ ഇപ്പൊ ഉണ്ടല്ലോ ഇങ്ങനെ ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം വന്ന് ഈ അപ്പീൽ ഇത്രയും കൂടിയുണ്ട്. അപ്പീൽ എന്നൊരു പദം കോടതി പോലും പറയാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. പക്ഷേ അത്ര കൂടുതൽ അപ്പീൽ വരിക. അപ്പീലുകൾ കൊടുക്കുന്ന എന്താ വെച്ചാൽ നമുക്ക് ബോധ്യം നമ്മളെന്തായാലും ഞാനിപ്പോ കുച്ചിപ്പുടി 2 കൊല്ലം സ്റ്റേറ്റ് ഫസ്റ്റ് ആയിട്ട് ഇപ്രാവശ്യം തന്നെ ഞാൻ റിസൾട്ട് നോക്കിയപ്പോ
21ാമത്തെ ഇതിലാണ് എന്റെ പേര് കിടക്കുന്നത്. പക്ഷെ ഞാനായിട്ട് അപ്പീലോ എന്റെ അമ്മ പാരന്റ്സ് ഫോഴ്സ് ചെയ്യുന്നു. എന്റെ അമ്മ വന്നിട്ടുണ്ട്. എന്റെ അമ്മ ഇവിടെ ഇല്ല, പുറത്തിരിക്കുക. എന്റെ അമ്മ എന്നെ ഒന്നിലും ഫോഴ്സ്, എനിക്ക് ഞാൻ ഈ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിലല്ല. ഞാൻ എന്റെ കളി കഴിഞ്ഞാൽ ഞാൻ പോവും, എനിക്കൊരു ടെൻഷൻ അങ്ങനെ. നമ്മൾ എന്താ വെച്ചാൽ എനിക്ക് 3.5 വയസ്സ് മുതൽ ഞാൻ നൃത്തം, എനിക്കിപ്പോൾ പറഞ്ഞു +2 കഴിഞ്ഞ എല്ലാവരും ഈ ഡാൻസ് ഫീൽഡ്, ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ എനിക്ക് ഭരതനാട്യം, എനിക്കിതിന് തുടർന്ന് എനിക്ക് ഭരതനാട്യത്തിൽ PhD ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കൊരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം. തീർച്ചയായും ഞാൻ എന്തായാലും നൃത്തം, കാരണം എൻ്റെ ലൈഫാണ് ഡാൻസ്. എൻ്റെ അമ്മയും അച്ഛൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നെ അത്രയും നല്ലൊരു ഡാൻസർ ആവണം എന്നാക്കേണ്ടത്. വേറൊരു സംഭവമുണ്ട്, അപ്പീൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 20-27 മാർക്കൊക്കെ കുറച്ചിടും. അതാണ് അനർഘയ്ക്ക് ഉണ്ടായത്. എന്താ വെച്ചാൽ അപ്പീൽ വഴി അല്ലെങ്കിൽ കോർട്ട് വഴി പോവരുത് വെച്ചിട്ട് മാക്സിമം മാർക്ക് കുറച്ചിടും. എനിക്ക് ഒരു തവണ സ്റ്റേറ്റ് ഫസ്റ്റ് വന്നപ്പോൾ അടുത്ത തവണ സ്റ്റേറ്റിൽ എത്തരുത് എന്നുള്ള രീതിയിൽ 27 മാർക്ക് സബ് ജില്ലയിൽ കുച്ചിപ്പുടിക്ക് കുറച്ചിട്ടിരുന്നു. ഒരു മാർക്ക് 3 മാർക്ക് നിങ്ങളിത് പറയുന്നത് എനിക്ക് മനസ്സിലായത്. ഇപ്പം നമ്മുടെ മുൻ DP വരെ ഞെട്ടിയിരിക്കുകയായിരിക്കും. അതായത് ഒരു വിധികർത്താവ് നിങ്ങളുടെ മുന്നിലിരിക്കുമ്പം എല്ലാ വിധികർത്താക്കളും കൊള്ളക്കാരല്ലല്ലോ, അവർക്ക് അപ്പോൾ ഈ വിധികർത്താക്കൾ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരിക്കലും വിധികർത്താക്കളാണ് പ്രശ്നം എന്ന് പറയുന്നില്ല. നമ്മളിപ്പോ ഒരിടത്ത്, ഞാൻ ജഡ്ജ്മെന്റിന് പോകുന്ന ആളാണ്. ഞാനിപ്പോ ഒരു സ്ഥലത്ത് ജഡ്ജ്മെന്റ്, നല്ല ജഡ്ജ്മെന്റ് നടത്താൻ പോയിരുന്നു. താങ്കൾ എപ്പോഴെങ്കിലും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ? എന്നെ സ്വാധീനിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പ്രോഗ്രാം ശുപാർശകൾ വരുമോ? ശുപാർശകൾ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ പോയിരിക്കുമ്പോൾ പറയാണ് ഇന്ന കുട്ടിക്ക് പ്രൈസ് കൊടുക്കണം, അല്ല ഇന്നതിന് കൊടുക്കണം. അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇരുത്തൂല, നമ്മളെ അവിടുന്ന് മാറ്റി വിടും. അപ്പൊ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളിപ്പം അല്ല അങ്ങനെ താങ്കൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും കലോത്സവത്തിൽ താങ്കളെ മാറ്റിയിട്ടുണ്ടോ? ഇല്ല, എന്നെ സ്റ്റേജ് മാറ്റി വേറെ ഐറ്റത്തിന് ഇട്ടിട്ടുണ്ട്. അത് താങ്കളുള്ള സംശയമാണെങ്കിലോ? അല്ല, കാര്യം അങ്ങനെയാവാമല്ലോ. അല്ല, അങ്ങനെ അവർക്ക് പറയാം. ഭരതനാട്യത്തിന് ഇപ്പൊ ചോപ്പ് ഡ്രസ് ഇട്ട് കളിക്കുന്ന കുട്ടിക്ക് പ്രൈസ് കൊടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇരുത്താതെ സിറ്റിംഗ് ചാർജ് പോലും തരാതെ നമ്മളെ തിരിച്ചു വിടും. അപ്പൊ കണ്ണൂരിൽ നിന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് ജഡ്ജ്മെന്റിന് വരുവാണെങ്കിൽ അത്ര നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് എടുത്ത് വരുമ്പോൾ നമ്മൾ എന്ത് വന്നാലും അവിടെ ഇരുന്നേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് അവര് പറഞ്ഞ് ചെയ്ത് കൊടുക്കാൻ, എന്നിട്ട് പറയും ബാക്കി കൂടെയുള്ള രണ്ടാളും ചെയ്യും, കൂടെയുള്ള രണ്ടാളും ചെയ്യും, പിന്നെ നിങ്ങൾ കൂടെ ചെയ്താൽ എന്താ? 30 മാർക്ക് കിട്ടുന്നതല്ലോ സാഹിത്യ ഇനങ്ങളിൽ. ഒരു കവിതയ്ക്ക് ഫസ്റ്റ് കൊടുക്കണം, ഒരു അക്ഷരശ്ലോകത്തിന് ഫസ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ ആരും ഇൻഫ്ലുവൻസ് ചെയ്താൽ ഞങ്ങളെ ആരെയും വന്നിട്ടില്ല. പിന്നെ നൃത്ത ഇനങ്ങളിൽ മാത്രമല്ല. കാരണം എന്തുകൊണ്ടാ, ഇവര് പിന്നെ അപ്രവാളികളിൽ തിളങ്ങി കാണാൻ ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾ ഒരു നൃത്ത ഇനങ്ങളിൽ ഉയർന്നു വന്നിട്ട് കലാതിലകമൊക്കെ ആയി കഴിയുമ്പോൾ അവരെ സിനിമയിലൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ലേ? ഇവരെ സിനിമയിൽ എത്തിക്കാൻ വേണ്ടിയാണ് നൃത്ത ഇനങ്ങളിൽ ഇത്രയും കാശ് ചെലവാക്കുന്നത്. അതൊക്കെ അങ്ങനെ ഇനങ്ങളിൽ വരുന്ന ഒരു സിനിമയിൽ എത്തുന്നു. ഞാൻ ദിലീപ്, മോഹൻലാല്, മമ്മൂട്ടി ഇവരൊക്കെ കലാമത്സരത്തിൽ കലാതിലകമായിട്ടാണോ വന്നത്? അല്ലല്ലോ. ഉത്സവ പറമ്പുകളിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ, ഗ്രാമീണ ജനതയുടെ മനസ്സിൽ പരസ്യമായി നിന്ന് കളിച്ച് രക്ഷപ്പെട്ടവരാണ് ദിലീപൊക്കെ ആയി. ഒരു എടുക്കാനുള്ള മാർഗ്ഗ സാറേ കാശ് കൊടുക്കുന്നത്. അതെ, കറക്റ്റ്. ഒരു കാര്യം, ഈ ഇപ്പൊ ആ മാഷ് പറഞ്ഞ പോലെ ഈ സബ് ഡിസ്ട്രിക്ട് ഗ്ലാമർ കലയാണെന്നൊരു തോന്നൽ അദ്ദേഹം പറഞ്ഞത് ഒരു കവിതയ്ക്ക് വേണ്ടി ആരും ഇങ്ങനെ പരിപാടി കവിത വായിക്കുന്ന ഒരു കവികളായിട്ടുണ്ട്, സാഹിത്യം പറഞ്ഞ ഒരു സാഹിത്യകാരന്മാരായിട്ടുണ്ട്, നർത്തകർ അദ്ദേഹം പറയുന്നത് കഥാരചനയായാലും കവിതാ രചനയായാലും അത് കഴിവുള്ളവന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അത് അടിസ്ഥാനപരമായി കഴിവുള്ളവന് ചെയ്യാൻ പറ്റൂ. ഈ ഞാൻ പറയുന്ന മുഴുവൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ പെർഫോമൻസ് ആർട്സിൽ ഈ സ്വാധീനിക്കപ്പെടുന്നു. ഇദ്ദേഹത്തെ വന്നിട്ട് പറയാണ് ആ മഞ്ഞ ഷാള് കെട്ടിയേക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു ഇപ്പൊ എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ മകള് പഠിക്കുന്ന സ്കൂളിൽ, എൻ്റെ മകള് ഡാൻസ് പഠിക്കുന്ന സ്കൂളിൽ ആ ഡാൻസ് പഠിപ്പിക്കുന്ന മാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാളെ സബ് ജില്ലയ്ക്ക് മുകളിലേക്ക് കയറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എന്തോ ഈ മാൽപ്രാക്ടീസ് നടന്നിട്ടില്ലായിരിക്കാം. അവിടുന്ന് ആ കുട്ടി, എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിലെ കുട്ടിക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങി 1ാം സ്ഥാനത്തോടുകൂടി ജില്ലാതലത്തിൽ പോയി. ജില്ലാതലത്തിൽ പോയപ്പോൾ അത് ഒരുപാട് താഴെ പോയിരുന്നു. 2ാമത്തെ ഭാഗം അവിടെ അന്വേഷിച്ചപ്പോൾ പേഴ്സണലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മഞ്ഞ ഷാള് തലയിൽ കെട്ടിക്കൊണ്ട് ഒരാള് നൃത്തം കളിക്കുന്ന സമയത്ത് അതിലെ ക്രോസ് ചെയ്ത് നടന്നു പോകും. അതാണ് കുട്ടി. അത് കഴിഞ്ഞ് 2ാം സ്ഥാനം കൊടുക്കേണ്ട കുട്ടിക്ക് മഞ്ഞ തൊപ്പി ധരിച്ചുകൊണ്ട് ഞാൻ അതിലേ നടന്നു പോകും, അത് 2ാം സ്ഥാനം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊല്ലം ജില്ലയിൽ ഇപ്പൊ നടന്ന റവന്യൂ കലോത്സവത്തിൽ കൊല്ലം ജില്ലയിൽ മാർക്ക് കൊടുത്തു. നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ താങ്കൾ പറഞ്ഞ മറുപടിയാണ് പെർഫോമൻസ് ആർട്സിലെ ഇത് ചെയ്യാൻ പറ്റൂ. അതാണ് കാരണം. കുട്ടികൾ മത്സരിക്കേണ്ട കലോത്സവങ്ങളിൽ കുട്ടിത്തം മാറാത്ത മാതാപിതാക്കൾ മത്സരിക്കുന്നു, അതോടൊപ്പം കുറെ വിധികർത്താക്കളും. ഇതിന്റെ അവസാനം വേണ്ടേ? ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 10 മണിക്ക്.
ഗുഡ് ബൈ. R. Srikandan Nayar's costume courtesy, Foremost, Men's Boutique and Uniforms, Chalakudi and Ernakulam.